तु सहनो भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः. Namaste and good morning. Good morning everyone. Kekalo, can you all hear me properly? Yeah. ഇന്ന് നമ്മുടെ 13ാമത്തെ അധ്യായമാണ്. 13ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ജ്ഞാന പാദത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. അപ്പൊ ഭഗവത്ഗീത മൂന്നായിട്ടാണ്. മെയിൻ സ്ട്രക്ചറിങ് ഈസ് into 3. The first 6 chapters are called as the കർമ്മപദം ആണ് ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ്. പിന്നെ സെക്കൻഡ് പാർട്ട് which is from chapter 7 to chapter 12 is called as the ഭക്തിപദം. ഭക്തിപദം 12ാം അധ്യായത്തിൽ കഴിഞ്ഞു. ഇത് ആക്ച്വലി ശരിക്ക് the first 6 chapters view the self, the inner self through the lens of കർമ്മത്തിന്റെ ലെൻസിലൂടെയാണ് നമ്മൾ, കർമ്മയോഗത്തിന്റെ ലെൻസിലൂടെയാണ് നമ്മൾ ഈ ആത്മതത്വത്തിനെ അറിയാൻ ശ്രമിച്ചത്. പിന്നെ രണ്ടാമത്തെ 12 ചാപ്റ്ററിലെ 6 ചാപ്റ്റർ, രണ്ടാമത്തെ 6 ചാപ്റ്ററിൽ 7 മുതൽ 12 വരെയുള്ള ചാപ്റ്റർ ഭക്തിയുടെ ലെൻസിലൂടെയാണ് ഈ ആത്മതത്വത്തെ കാണാൻ ശ്രമിച്ചത്. അങ്ങനെ 2 പാർട്ടാണ് കഴിഞ്ഞത്. ഇനി മൂന്നാമത്തെ ലെൻസിലൂടെ നമ്മൾ ജ്ഞാനത്തിന്റെ പ്രകാശം നമ്മൾ സെൽഫിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററില് കർമ്മപദം, പിന്നെ 7 മുതൽ 12 വരെ ഭക്തിപദം, പിന്നെ ഇനി 13 മുതൽ 18 വരെ ജ്ഞാനപദം. 3 വിധത്തിലാണ് നമ്മൾ കാണുന്നത്. അതില് കർമ്മപദത്തിൽ നമ്മള് we saw the knowledge pertaining to the individual self. നമ്മളുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേക്ക് പ്രകാശിപ്പിക്കുന്ന നമ്മളുടെ ബുദ്ധി, മനസ്സിന്റെ ഇമോഷൻസ്, ബോഡിയുടെ കാര്യക്ഷമത, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് BMIയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, all the characteristics of the BMI, how that self empowers that and how you should actually polish out the behavior of your BMI. Karma-yogam, how the strategies of action that allows you to refine and redirect the body, mind and intellect towards the self that is within us. The knowledge pertaining to the individual self. Adine appo motivations inde കാര്യങ്ങൾ സംസാരിച്ചു, sense of duty and love of work, life, etc. But love of the identity with self, love of the work, life, etc. Then attitudes, love of work or understanding selflessness. Appo selflessness എന്താണെന്ന് മനസ്സിലാക്കലാണ് attitudes. ആപ്റ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് അവർ ഇന്നർ നേച്ചർ, നമ്മളുടെ ഉള്ളിലത്തെ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകൾ എങ്ങനെയൊക്കെയാണ് പ്രകാശിക്കുന്നതെന്ന് മനസ്സിലാക്കലാണ് ആപ്റ്റിറ്റ്യൂഡ്സ്. പിന്നെ റീച്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് ദ സെൽഫ്, അതാണ് കർമ്മസന്യാസം, which is called as the development of fortitude of the mind so that your likes and dislikes are avoided. അപ്പോൾ അങ്ങനെ റീച്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്ന ആ ഇതിലേക്ക്, അതായത് ആത്മതത്വവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന വഴിയിലേക്ക് എത്തിച്ചേരുന്നു. ആൻഡ് ദെൻ ഐഡന്റിറ്റി വിത്ത് ദ സെൽഫ്, വിച്ച് ഈസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഫോക്കസ്, ധ്യാനയോഗം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതെല്ലാം ആക്ച്വലി കർമ്മപദം എന്ന് പറയുന്നതും ജ്ഞാനം തന്നെയാണ്, നോളജ് ആണ്. ദ പാത്ത് ഓഫ് നോളജ് ടുവേർഡ്സ് identifying with yourself by understanding what selfless attitudes are, by understanding what selflessness is, by understanding the inner nature and reaching the state of self and identifying with it. About the knowledge of the self through the action part, adana karmavadam. Appo nammal sadharana karmayogi, ജ്ഞാനയോഗി, ഭക്തിയോഗി എന്നൊക്കെ പറയുമ്പോൾ എല്ലാം വേർതിരിച്ചാണ് കാണാറുള്ളത്. അങ്ങനെ ഭഗവത്ഗീത അങ്ങനെയല്ല പറയുന്നത്. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ആൻ ഇന്റഗ്രേറ്റഡ് പാത്ത്. അപ്പൊ അതിന് കർമ്മത്തിന്റെ ജ്ഞാനം ആദ്യം തരികയാണ് ചെയ്യുന്നത്. ജ്ഞാനം അവിടെ ജ്ഞാനം തന്നെയാണ്, ദ നോളജ് ഓഫ് കർമ്മ ഇൻ അറ്റൈനിങ് ദ ഇൻഡിവിജ്വൽ സെൽഫ്. അപ്പോ ദി ആക്ഷൻസ്, അതാണ് ആദ്യത്തെ 6 ചാപ്റ്റർ. പിന്നത്തെ 6 ചാപ്റ്ററിൽ വന്നപ്പോ നോളജ് പെർട്ടൈനിങ് ടു ദ ഇൻഫിനിറ്റ് സെൽഫ്. ഇനി ഇൻഫിനിറ്റ് സെൽഫ്
എന്താണെന്ന്, ആ ഇൻഫിനിറ്റ് സെൽഫ് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്നുള്ള വസ്തുതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് we are talking about the knowledge pertaining to the infinite self. അപ്പൊ എന്തൊക്കെയാണത്? that is the path of bhakti. ആ ഇൻഫിനിറ്റ് സെൽഫ് എന്താണെന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ ഇൻഫിനിറ്റ് ആണെന്നുള്ള ബോധം എനിക്ക് വരികയും എനിക്ക് ആ ആത്മതത്വത്തോടുള്ള പ്രേമം കൂടുകയും ചെയ്യും. അതാണ് ഭക്തി. അപ്പൊ സെൽഫ് ഈസ് യൂണിവേഴ്സൽ, ആദ്യത്തെ 7ാമത്തെ ചാപ്റ്ററിൽ. സെൽഫ് ഈസ് ഇംപെരിഷബിൾ, അക്ഷരബ്രഹ്മം 8ാമത്തെ ചാപ്റ്റർ. സെൽഫ് ഈസ് ഇൻഫിനിറ്റ്, രാജയോഗം, രാജവിദ്യ. ഇൻഫിനിറ്റ് ആയിട്ടുള്ള സെൽഫാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധം. ആൻഡ് ദെൻ examples of self everywhere, vibhuti, and self is everything എന്നുള്ള ജ്ഞാനം, മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് വ്യൂ, പെർസ്പെക്റ്റീവ്, which is what is called as the Vishwarupa Darshana. And then ultimately the inspiration is your real identity with the self emerging out of your mind. Characteristics of such a devotee, ഇതാണ് 12ാമത്തെ അധ്യായത്തിൽ വന്ന് അവസാനിപ്പിക്കുന്നത്. This is the knowledge pertaining to your love towards self, how to increase the love towards your own inner self, which is the infinite self. അതാണ് ഭക്തിപദം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കർമ്മപദം, ഭക്തിപദം എന്ന് പറയുന്ന 2 പാർട്ട്, അതിൽ കൂടെ 12 ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നൗ വി സ്റ്റാർട്ട് വിത്ത് ദി ആക്ച്വൽ നോളജ് ഓഫ് ദ സെൽഫ്. ഇനി ഡിഫറൻഷിയേറ്റിംഗ് the various things so that you know. ഇപ്പൊ ഇനി നമ്മൾ ഈ മറ്റേ അരിപ്പ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചരിച്ച് സെൽഫ് അല്ലാത്തതിനെയൊക്കെ അരിച്ച് പുറത്തേക്ക് എടുക്കും. അപ്പോൾ ബാക്കി ഉള്ള സംഗതി എന്താണെന്നുള്ള ബോധം നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു തരികയാണ് അടുത്ത 6 ചാപ്റ്ററിൽ. അതിൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 13ാമത്തെ അധ്യായത്തിലാണ് ആ ജ്ഞാനം. പിന്നെ 14ാം അധ്യായത്തിൽ സത്വരജസ്തമോ ഗുണങ്ങളാണ്, ഗുണത്രയ വിഭാഗ യോഗം. 15ല് പുരുഷോത്തമൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് അവസാനിപ്പിക്കും. പിന്നെ 16, 17, 18 പിന്നെ അപ്പൻഡിക്സ് ആയിട്ട് മറ്റേ കൂട്ടിയതാണ് എന്നാണ് ഒരു മറ്റേ പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് 18 ചാപ്റ്റർ ആക്കിയത്. അപ്പൊ 15ാം അധ്യായമാണ് അവസാനത്തെ അധ്യായം എന്ന് പറയും. അപ്പോ ആ അടുത്ത 6 ചാപ്റ്റർ ഇനി ജ്ഞാനത്തിന്റെ കൂടുതൽ വശങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തരാമാണ്. it is going to be established that the individual is equal to the infinite. അപ്പൊ നേരത്തെ ഇൻഡിവിജ്വലിന്റെ കാര്യങ്ങൾ പറഞ്ഞു കർമ്മത്തിലൂടെ, പിന്നെ ഇൻഫിനിറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഭക്തിപഥത്തിലൂടെ. അപ്പോ ഇനി ഇത് രണ്ടും കൂടി ചേർക്കാൻ പോവാണ്. ഇൻഡിവിജ്വൽ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് എന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവാണ് 13 മുതൽ 18 വരെയുള്ള ചാപ്റ്ററുകൾ. സോ അപ്പൊ നമ്മൾ ഒന്നും കൂടി വേറൊരു മറ്റേ ക്രിപ്റ്റിക് പറയുകയാണെങ്കിൽ, വളരെ സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെ പറ്റിയിട്ട് ഇൻഡിവിജ്വലിനെ പറ്റി, ഇൻഡിവിജ്വൽ സെൽഫ്, ദ യു, അതിനെ പറ്റിയിട്ടാണ് ആദ്യത്തെ 6 ചാപ്റ്റർ. പിന്നെ ദാറ്റ് ഇൻഫിനിറ്റ്, അതിനെ പറ്റി, തത്, അതിനെ പറ്റിയിട്ടാണ് 7 മുതൽ 12 വരെയുള്ള ചാപ്റ്റർ. യു, ത്വം ആൻഡ് തത്, അത് രണ്ടും കഴിഞ്ഞു. ഇനി ഇത് രണ്ടും ഒന്നാണെന്ന് പറയാൻ പോവുകയാണ്. തത് ത്വം അസി. അപ്പൊ അതാണ് ഗീതയുടെ ഉദ്ദേശം തന്നെ, ടു എസ്റ്റാബ്ലിഷ് ദ ഫാക്ട് ദാറ്റ് തത് ത്വം അസി. അസി പാർട്ടാണ് ഇനി വരുന്നത്. തത് പാർട്ട്, ത്വം പാർട്ട് ആദ്യം, പിന്നെ തത് പാർട്ട്, ത്വം പദ, തത് പദ, ഇനി അസി പദ. ദാറ്റ് ഈസ് ഇക്വാലിറ്റി പാർട്ടാണ് ഇനി അടുത്തത്. ദാറ്റ് ഈസ് ദ നോളജ് വിച്ച് ആക്ച്വലി ഡിഫറൻഷിയേറ്റ്സ് വാട്ട് ഈസ് ദ സെൽഫ് ആൻഡ് വാട്ട് ഈസ് ദ നോട്ട് സെൽഫ്. സെൽഫും നോട്ട് സെൽഫും എന്താണെന്ന് വേർതിരിച്ച് അറിഞ്ഞു തരാൻ പോവുകയാണ് ഇനി. അരിച്ചരിച്ച് നോട്ട് സെൽഫിനെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കും. അപ്പോൾ സെൽഫ് എന്താണെന്ന് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ആദ്യം. ഇപ്പൊ 13ാം അധ്യായത്തിൽ തന്നെ അത് സമ്മറൈസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് വി ആർ ഗോയിങ് ടു സീ. അപ്പൊ അത് 13ാം അധ്യായത്തില് അർജുനൻ ചോദിക്കുന്നുണ്ട്, ഇത് ആദ്യം തന്നെ ഇത് എന്തൊക്കെയാണ്, ഈ സെൽഫ് എന്താണ്, ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻഡ് വാട്ട് ഈസ് ദ നോളജ്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യം ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രജ്ഞൻ എന്താണെന്നും, ഈ ക്ഷേത്രജ്ഞനെയും അറിയുക എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ജ്ഞാനം. വേർതിരിച്ചറിയുക എന്ന് പറയുന്നതാണ് നോളജ്. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രവും എന്താണെന്ന് വേർതിരിച്ചറിയുക എന്നുള്ളതാണ്. അതാണ് അതിനു വേണ്ടിയിട്ടാണ് കർമ്മപദം, പിന്നെ ഭക്തിപദം. ഇനി രണ്ടും, കർമ്മപദത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ത്വമും ഭക്തിപദത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വം രണ്ടും ഒന്ന് തന്നെയാണ്. തത്വമസി എന്ന് പറയുന്ന ആ പോർഷൻ, 3ാമത്തെ സെഗ്മെന്റ്, വിച്ച് ഈസ് കോൾഡ് ആസ് ദ ജ്ഞാനപദം അല്ലെങ്കിൽ അസിപദം എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്താണെന്ന് വേർതിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ, ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫീൽഡ് എന്നാണ്. അപ്പൊ നമ്മളിപ്പോ കൃഷി എടുക്കുന്ന സ്ഥലം,
എന്ന് പറയുന്ന മാതിരി ആത്മാവ്, ആത്മതത്വം ഇറങ്ങി വന്ന് പ്രകാശിക്കുന്ന ഫീൽഡ് അതേതാണ്? അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരമാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, ഇതൊക്കെയുള്ള ആ ഡീറ്റെയിൽസ് ആണ് ഇനിയിപ്പോ പറയാൻ പോണത്. നമ്മളാണ് ഓരോരുത്തരും, നമ്മളുടെ ശരീരമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളുടെ ഉള്ളിൽ കയറിയിരുന്ന് പ്രകാശിക്കുമ്പോൾ അതിന് ചെറിയ 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 ആദ്യം ചെറിയ ക്യാരക്ടറിസ്റ്റിക്സ് വരും. ആ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയിട്ടുള്ള ആ ശക്തിയെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ശരിക്കായിട്ടുള്ള ഇൻഫിനിറ്റ് സെൽഫിന് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നുമില്ല. ഇറ്റ് ഈസ് എറ്റേണൽ, ഇറ്റ് ഈസ് നോട്ട് ബോൺ, ഇറ്റ് ഡസന്റ് ഡൈ, ഇറ്റ് കനോട്ട് ബി കട്ട് ഇൻ ടു പീസസ്, ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ് ആൻഡ് ഇറ്റ് കനോട്ട് ഡൈ. ആ പല ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ഡിഫൈൻഡ്, ഇറ്റ് കനോട്ട് ഈവൻ ബി in a scene or experienced. There is nothing called experience. It is pure existence. But when it actually comes and sits inside a physical medium, initially it acquires a certain characteristics. And that is also, but that those characteristics are universal. Adana infinite aayittulla Brahman, infinite in the Sanskrit term Brahman. So Brahman, when it actually gets inside the physical media, പല ഫിസിക്കൽ, നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ഫിസിക്കൽ മീഡിയം, അത് ഓരോരുത്തരും സെയിം ഇൻഫിനിറ്റ് ഈസ് കമ്മിങ് ഇൻ. ആൻഡ് ഇനീഷ്യലി വെൻ ഇറ്റ് ഈസ് ടൈഡ് ടു ദാറ്റ് ഫിസിക്കൽ ബോഡി, ഇറ്റ് അക്വയർസ് എ സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ്. ആ സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ദോസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ യൂണിവേഴ്സൽ ആയിട്ടുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം. ഇപ്പൊ നമ്മളുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആത്മതത്വം ആദ്യം പ്രകാശിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ചില ക്വാളിറ്റീസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. എല്ലാവർക്കും ഒരേ മാതിരിയുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ്. ആ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടി ചേർന്നിരിക്കുന്ന ആ സെൽഫ്, ആത്മതത്വം, അതിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ഇത് വളരെ സംക്ഷിപ്തമായിട്ട്, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി എന്നിട്ട് പിന്നെ അങ്ങനെ യൂണിവേഴ്സൽ ആയിട്ടുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടി ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആത്മതത്വം, അതാണ് നമ്മളുടെ ഉള്ളിൽ ജീവൻ ആയിട്ടിരിക്കുന്നത്. ജീവൻ, ആ ജീവന് പിന്നെ കുറെ കയ്യും കാലും ഒക്കെ മുടക്കും. സെൻസസ് ആൻഡ് മൈൻഡ്, ഇന്റലക്ട്, ഈ സാധനങ്ങളൊക്കെ പിന്നെ വളർന്നു വരികയാണ് നമ്മുടെ ഉള്ളിൽ. ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആണ് ആദ്യം. ആ ബ്രെയിനിൽ ആദ്യം നമ്മളെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന, നമ്മളുടെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന പ്രജ്ഞ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് ആദ്യം. ബ്രഹ്മൻ, നോ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ഇറ്റ് ബിക്കംസ് പ്രജ്ഞ. ആ പ്രജ്ഞ ഈസ് ബേസിക്കലി യൂണിവേഴ്സൽ വിത്ത് ഓൾ characteristics, and then it actually gets tied down to the various sensory organs, the perception centers, the sensory organ, perception centers, pinna sensory organs connected, and then it is getting ready to experience the physical world outside, universe. ഈ യൂണിവേഴ്സ്, ഫിസിക്കൽ വേൾഡിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ട സാധനങ്ങളെ അതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊക്കെ ഓരോരുത്തരും ഷേപ്പുള്ള ഒരു ഇൻഡിവിജ്വലായി മാറുന്നു വിത്ത് എ BMI. ആ BMI ആണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ക്ഷേത്രജ്ഞനുമായിട്ട് കൂടിച്ചേരും. പുരുഷൻ പ്രകൃതിയുമായിട്ട് കൂടിച്ചേരും. പുരുഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ജീവന്റെ ശക്തിയാണ്. അത് ഈ പ്രകൃതിയുമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഈ ലോകത്തിനെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതാണ് ഒരു ഇൻ എ നട്ട്ഷെൽ. സോ ദിസ് ഈസ് ദ നോളജ് ആൻഡ് ദ നോവർ ആൻഡ് ദ ഫീൽഡ് എന്ന് പറയുന്നതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് ഇനിയിപ്പോ ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് വേണം. അതിനാണ് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം 13ാമത്തെ അധ്യായം പറയുന്നത്. അപ്പൊ അത് ഞാനിവിടെ ഒരു പടമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ പടം ആക്ച്വലി ഐ ഹാഡ് പോസ്റ്റഡ് ഇറ്റ് ഓൾസോ. അപ്പൊ ആരെങ്കിലും അതിനെപ്പറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ആൻഡ് യു പ്രോബബ്ലി വുഡ് ഹാവ് ഹാഡ് ലോട്ട് ഓഫ് ഡൗട്ട്സ്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. മോളിൽ നിന്ന് താഴേക്ക് ആദ്യം ഒരു പകുതി വഴി വരാം, എന്നിട്ട് പിന്നെ താഴെ നിന്ന് മുകളിലേക്ക് തിരിച്ചും പോവാം. അപ്പൊ രണ്ടും കൂടെ കൂടിച്ചേരും ഒരു സ്ഥലത്ത് വെച്ചിട്ട്. അതെന്താണെന്നും നമുക്കറിയാം. അങ്ങനെ നോക്കാം. ഞാൻ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം ഇത് ആക്ച്വലി ശ്ലോകങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ പലപ്പോഴും പലർക്കും അത് മനസ്സിലാവില്ല. അങ്ങനെ അത്ര സംക്ഷിപ്തമായിട്ടും എന്താ പറയാ, ഒരു പൊയറ്റിക് ആയിട്ട് വർണ്ണിച്ചങ്ങനെ പോയേക്കാണ് 13, 10, 15 ശ്ലോകങ്ങളിൽ.
ആദ്യത്തെ 15 ശ്ലോകങ്ങളിലോ മറ്റോ ആയിട്ട് വരും അത്. അത് ഞാനൊന്ന് പടം ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്ത് പറയാം ആവുന്നത്ര. അപ്പോൾ ആദ്യം എന്താ ഉണ്ടായിരുന്നത്? ഫസ്റ്റ് ഓഫ് കോഴ്സ് ദിസ് ഇൻഫിനിറ്റ് മീൻസ് ഈ യൂണിവേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥ എന്തായിരിക്കും? അത് നമുക്കിപ്പോ സയൻസില് there was nothing എന്ന് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട് there was nothing and then emerged the universe എന്നാണ്. അത് നമ്മളുടെ പുരാണങ്ങളിൽ, നമ്മളുടെ ഉപനിഷത്തുകളിലും ഒക്കെ പറയുന്ന, വേദങ്ങളിലും ഒക്കെ പറയുന്നത് ആദ്യം എന്തായിരുന്നു? ബ്രഹ്മം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബ്രഹ്മം. വാട്ട് ഈസ് ബ്രഹ്മം? ബ്രഹ്മം മീൻസ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് മീൻസ് എവറിഥിങ്. അതായത് ഈ പ്രപഞ്ചത്തില് നമ്മൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സകലമാന വസ്തുക്കളും അതെല്ലാം ഉത്ഭവിക്കുവാൻ വേണ്ട ആയിട്ടുള്ള സീഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ശക്തി. ഇൻഫിനിറ്റ്. ഇറ്റ് ഈസ് എവ്രിതിങ്. അപ്പൊ നമുക്ക് അതിനെ there was nothing എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് there was everything but not visible, but not experienceable. അങ്ങനെ ഉള്ള ഒരു ശക്തി ഇൻഫിനിറ്റ്. അതിനെ ഇൻഫിനിറ്റ്ലി ലാർജ് എന്നാണ് പറയുന്നത്. അതായത് വിച്ച് ഈസ് എവറിഥിങ്, therefore it is infinitely large. ഇൻഫിനിറ്റ്ലി ലാർജ് സംസ്കൃതത്തിൽ ബ്രഹ്മം എന്ന് പറയും. ബ്രഹ്മൻ അല്ലെങ്കിൽ ബ്രഹ്മൻ. പിന്നെ അത് ആദ്യം തന്നെ ഒരു ബിഗ് ബാങ് സയൻസ്. പിന്നെ അവിടെ നിന്നാണ് സയൻസ് തുടങ്ങുന്നത്. ബിഗ് ബാങ്. ബിഗ് ബാങ് കഴിഞ്ഞോടുകൂടിയിട്ട് there was a flux of energies ഒരുമിച്ചായിട്ട് വരികയാണ്. അപ്പൊ ആ ഒരുമിച്ചായിട്ടുള്ള ഒരു എനർജി ആദ്യം ഉണ്ടായി. അത് വിത്ത് എ ബിഗ് ബാങ്. അപ്പൊ നമ്മളുടെ വേദങ്ങളിൽ പറയുന്നു ശബ്ദബ്രഹ്മം. ബ്രഹ്മം ശബ്ദബ്രഹ്മമായി എന്ന് പറയുന്നത്. ശബ്ദബ്രഹ്മം. ആ ശബ്ദബ്രഹ്മത്തിന് നമ്മളൊരു പേര് കിട്ടും. ഇതൊക്കെ നൊട്ടേഷൻസ് ആണ്, പേരുകളാണ്, സിമ്പിൾസ് ആണ്. ദ സിമ്പിൾസ് ദാറ്റ് വി ക്രിയേറ്റഡ്. വേദങ്ങൾ ആദ്യം എന്താണ്? ശബ്ദബ്രഹ്മം. വാട്ട് ഈസ് ദാറ്റ് ശബ്ദബ്രഹ്മം? ശബ്ദബ്രഹ്മത്തിനെ നമ്മൾ ഓം എന്ന് പേരിട്ടു. ദ സൗണ്ട്, പ്രണവം. ആദ്യം ആ ഇൻഫിനിറ്റിൽ നിന്ന് ശബ്ദബ്രഹ്മം ഉദിച്ചു എന്ന് പറഞ്ഞാൽ ബിഗ് ബാങ്. there was a huge energy explosion of energies. അപ്പോ ആ എക്സ്പ്ലോഷൻ ഓഫ് എനർജി ദെൻ അപ്പൊ സയൻസില് പിന്നീട് ഓരോ മൈക്രോ സെക്കൻഡിലും മില്ലി സെക്കൻഡുകളിലും ഒക്കെ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ പല 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 വിധത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് എ മൈക്രോ സെക്കൻഡ് ഓർ മില്ലി സെക്കൻഡോ, ആദ്യത്തെ കുറച്ച് മില്ലി സെക്കൻഡുകൾ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഡിഫറൻസിയേഷൻ തുടങ്ങുന്നത്. അപ്പൊ ഡിഫറൻസിയേഷൻ ആണ് തുടങ്ങുന്നത് പിന്നീട്. അങ്ങനെയാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. സയൻസ് പറയുന്നു ദാറ്റ് യൂണിവേഴ്സ് സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ദീസ് എനർജീസ്. ദ സിംഗുലാർ എനർജി ഇൻടു ഡിഫറൻഷിയേറ്റഡ് എനർജീസ് ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് സിംഗുലാർ എനർജി ആയിട്ടിരിക്കുന്ന സാധനത്തിനെ നമ്മൾ ശരിക്കും ഈ പറയുന്ന ഉപനിഷത്തുകളിലും ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിലത്തെ ടേംസ് എടുത്ത് കാണുമ്പോൾ നമുക്ക് വി കൻ സീ ദാറ്റ് എക്സാക്ട്ലി മാച്ചസ് വിത്ത് അവർ മറ്റേ സയന്റിഫിക് തോട്ട് ആസ് വെൽ ആസ് ദ എറ്റേണൽ ഇൻറ്റ്യൂറ്റീവ് തോട്ട്. ഇൻറ്റ്യൂറ്റീവ് തോട്ട് ആസ് വെൽ ആസ് ദ സയന്റിഫിക് തോട്ട്സ് രണ്ടും ഒരുപോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നു. അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതായത് ഇറ്റ് വാസ് കോൾഡ് ആസ് അവ്യാകൃതമായിരുന്നു എന്നാണ് പറയുന്നത് നമ്മളുടെ വേദങ്ങളിൽ. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് വാസ് അൺഡിഫറൻഷിയേറ്റഡ്. ഡിഫറൻസസ് ഉണ്ടാക്കുന്ന വിധത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോഴും. അവ്യാകൃത അൺഡിഫറൻഷിയേറ്റഡ്. ആ അൺഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിലെന്താ? എനർജീസ് അൺഡിഫറൻഷിയേറ്റഡ് ആണ്. അപ്പൊ ഇപ്പൊ സയൻസിന്റെ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിസം, ന്യൂക്ലിയർ ഫോഴ്സസ്, ഗ്രാവിറ്റി, അങ്ങനെ 4 ഫോഴ്സസ് ആണ്. വീക്ക് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ്, ഇലക്ട്രോമാഗ്നറ്റിസം ആൻഡ് ഗ്രാവിറ്റി എന്ന് പറയുന്ന എനർജീസ് ആയിട്ട് മാറുന്ന ഫോഴ്സസ് ഓഫ് നേച്ചറായി മാറുകയാണ് 4ആയിട്ട്. അപ്പൊ ഈ ഫോഴ്സസ് എവിടെ ഉണ്ടായിരുന്നത് ആദ്യം? they were all unified in a singular point. that singular point is called as അവ്യാകൃത. അപ്പൊ അതില് പിന്നെ അത് മാത്രമല്ല, ഇത് when those energies formed and then started materializing into particles and masses and solids ഒക്കെ ആയിട്ട് വന്നു. പല solids, gases, അങ്ങനെ പല ഇതും. and the planets were formed and the whole universe of matter came into existence with the natural forces. അപ്പൊ ഇതെല്ലാം എവിടെയാണ് ആദ്യം ഉണ്ടായിരുന്നത്? that singular എനർജിയിലായിരുന്നു, അവ്യാകൃതത്തിലായിരുന്നു. so both matter and energy were in that initial singular point. ആ സിംഗുലർ പോയിന്റ് എന്താണെന്ന് നോക്കി പഠിച്ചു വരികയാണ്. അതിലേക്കാണ് നമ്മൾ ഇന്ന് സയൻസ് റിസർച്ചുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ അതിനെ അവ്യാകൃത എന്ന് പറഞ്ഞു. ആ അവ്യാകൃതയിൽ നിന്ന് പിന്നീട് ഡിഫറൻഷിയേറ്റഡ് ഫോഴ്സസ് ഓഫ് നേച്ചർ ആൻഡ് മാറ്റർ രണ്ടും വരും. എനർജി ആൻഡ് മാറ്റർ ബോത്ത്.
വ്യാകൃതം ആയിട്ടുള്ള ഈ പ്രപഞ്ചമുണ്ടായി. ആ വ്യാകൃതമായിട്ടുള്ള പ്രപഞ്ചത്തില് ലൈഫ്, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള കുറെ എനർജീസ് ഉണ്ട്, ലൈഫ് എനർജീസ് ഉണ്ട്. ആ ലൈഫ് എനർജീസിന് പറ്റിയതായിട്ടുള്ള അറ്റ്മോസ്ഫിയർ എവിടെയുണ്ടോ അവിടെ അത് പ്രകാശിക്കും. സോ ദ ലൈഫ് എനർജീസ് വിൽ ഗെറ്റ് exhibited in those places where there is sufficient environment for it to actually establish itself. അങ്ങനെയാണ് ഇപ്പൊ എർത്തില് നമുക്ക് ലൈഫ് ഉണ്ടെന്ന് നമുക്ക് പറയാം. നമ്മളൊക്കെ അതിന്റെ പാർട്ടാണ് ലൈഫ് എനർജി. ആ എനർജി തന്നെയാണ് നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളുടെ ഉള്ളിലിരുന്ന് പ്രകാശിച്ച് നമുക്ക് ജീവൻ ആയിട്ട് തരുന്നത്. ആദ്യം അത് ടിക്ക് ചെയ്യാൻ തുടങ്ങും പ്രാജ്ഞയായിട്ട്. ഇപ്പൊ ഗർഭപാത്രത്തിലിരിക്കുന്ന ഓരോരുത്തരും ജനിക്കുമ്പോൾ അതിനു മുമ്പ് അത് ടിക്ക് ചെയ്യാൻ തുടങ്ങും ആ കോൺഷ്യസ് എനർജി ആയിട്ട്. അതിനെ പ്രാജ്ഞ എന്ന് പറയുന്നു. ദാറ്റ് പ്രാജ്ഞ ഇമ്മീഡിയറ്റ്ലി ഈസ് ആക്ച്വലി ടൈഡ് ടു സംതിങ് ഇനീഷ്യലി ഫിസിക്കൽ. അവിടെ ഇറ്റ് ഹാസ് ടാപ്ഡ് ഓൾ ദി എനർജീസ് ഇൻസൈഡ് ഇറ്റ് ഇൻ ദ യൂണിവേഴ്സ് ഇൻ ടു സം ഫോം. അപ്പൊ അത് എന്തൊക്കെയാണ് ഈ എനർജീസ്? ഇപ്പൊ സയൻസിൽ നമ്മളിപ്പോ പറയുന്നുണ്ട് യൂണിവേഴ്സൽ ഇന്റലിജൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. യൂണിവേഴ്സൽ ഇന്റലിജൻസ്. പിന്നീട് അത് കോ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന്റെ ചില സ്പെഷ്യലൈസേഷൻസ് ഇന്ന് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി കോ ഇന്റലിജൻസ് എന്താണ് അതൊക്കെ പറയും. അപ്പോൾ സോ ബേസിക്കലി ഈ പറയുന്ന പ്രപഞ്ചത്തില് ഉണ്ടായിട്ടുള്ള എനർജിയും എനർജി പാർട്ടിക്കിൾസും ഒക്കെ ഇറ്റ് ഈസ് ഒരു എക്സ്പ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ എന്താ പറയാ ഒരു ബലൂൺ എടുത്തിട്ട് ഊതി വീർപ്പിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്രാഗ്മെന്റ്സ് ഓഫ് പ്ലാസ്റ്റിക് റബ്ബർ അത് പുറത്തേക്ക് അത് നമുക്ക് എന്തെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് ഓരോന്നും ഇന്ന ഷേപ്പ് ആയിരിക്കും, ഇന്ന കഷ്ടമായിരിക്കും, ഇത് ഇന്ന പോലെ അത് ഈ പർട്ടിക്കുലർ രീതിയിൽ അത് പൊട്ടി വീഴുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ റാൻഡം ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുമാതിരി ആദ്യം ഇത് എക്സ്പ്ലോഡ് ചെയ്തപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും അതൊരു റാൻഡം ആയിട്ടുള്ള സംഗതിയാണ്. അല്ല, പക്ഷെ റാൻഡം ആയിരുന്നില്ല. അല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദിസ് യൂണിവേഴ്സ് വിച്ച് ഗോട്ട് ഫോംഡ് വിത്ത് ഓൾ ദീസ് പാർട്ടിക്കിൾസ് ആൻഡ് എനർജീസ്, ഇറ്റ് ഈസ് ഫോളോയിങ് എ പാറ്റേൺ. അതായത് ഒരു കാബോട്ടിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ആദ്യം. അതിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ടായി. ഫ്രം കാവോസ് ടു ഓർഡർ, ഫ്രം ഈ എക്സ്പ്ലോഡ് ചെയ്ത പാർട്ടിക്കിൾസ് ഒക്കെ കൂടി ഒരു ഓർഡർ ഉണ്ടായി. ആ ഓർഡറിന്റെ ഫലമായിട്ടാണ് നമ്മൾ പറയുന്നില്ലേ എർത്ത് അല്ലെ, അത് സൂര്യന് ചുറ്റും കറങ്ങുന്നു. അത് കറങ്ങാൻ ഒരു ദിവസം എടുക്കും. അതൊക്കെ നമുക്കത് ചില ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും ഒക്കെ ആയിട്ട് സ്ട്രക്ചർ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ഫോളോയിങ് എ പാറ്റേൺ. സൂര്യന്റെ ചുറ്റും ഉള്ള ബാക്കിയുള്ള പാർട്ടിക്കിൾസ്, പ്ലാനറ്റ്സിന്റെ ഒക്കെ മോഷൻസ്, ഈ പ്ലാനറ്റുകൾ തമ്മിലൊന്നും കൂട്ടിയിടിക്കുന്നില്ല. എർത്തും മൂണും മാഴ്സും ഒക്കെ കൂടി കൂട്ടിയിടിക്കുന്ന വിധത്തിലുള്ള റാൻഡമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലല്ലല്ലോ ഇത് നടക്കുന്നത്. ദർ ഈസ് എ pattern. There is a pattern of motion and energy control that has been set in motion, and that is called as the order. There is an intelligence in that order. Intelligence, ഒരു ബുദ്ധി ശക്തി ഇവിടെ പ്രവർത്തനം നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അതിലെയാണ് സാർവത്രിക ബുദ്ധി അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സൽ ഇന്റലിജൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ആവുന്നത്ര സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്. സയൻസ് ഒന്നും അറിയണമെന്നില്ല, അല്ലാണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന വിധത്തിൽ. അതായത് സാർവത്രികമായിട്ടുള്ള ബുദ്ധി, ഈ യൂണിവേഴ്സൽ ഇന്റലിജൻസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിയാണ് എന്ന് തോന്നുന്നതിന്റെ കാരണങ്ങൾ എന്താണ്? അത് യൂണിവേഴ്സൽ ഇന്റലിജൻസിന്റെ ഡെഫിനിഷൻ തന്നെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. യൂണിവേഴ്സൽ ഇന്റലിജൻസ് ഈസ് ദ ഇൻട്രിൻസിക് ടെൻഡൻസി ഓഫ് തിങ്സ്. ഈ പറയുന്ന പല പാർട്ടിക്കിൾസും എനർജി ഒക്കെ സാധനങ്ങൾ, ആ സാധനങ്ങളുടെയൊക്കെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള ഒരു ശക്തിയാണ് യൂണിവേഴ്സൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഫോർ ഡൂയിങ് വാട്ട്? ഫോർ സെൽഫ് ഓർഗനൈസിങ് ആൻഡ് കോ ഇവോൾവിംഗ് ഇൻ ടു എ മോർ കോംപ്ലക്സ് ഇൻട്രിക്കേറ്റ്ലി വോവൺ ആൻഡ് മ്യൂച്വലി കോമ്പാറ്റബിൾ ഫോംസ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹവർത്തിത്വത്തില് നിൽക്കാൻ പറ്റുന്ന വിധത്തില് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായി മാറാനായിട്ടുള്ള ഇന്റലിജൻസ്, അതാണ് യൂണിവേഴ്സൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആ ഇന്റലിജൻസിൽ പെട്ടതാണ് ഈ പറയുന്ന ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിസം എന്നെടുത്തു കഴിഞ്ഞാൽ there is a principle of electromagnetism underlying this energy force, and which is actually defining that electromagnetism, similarly defining gravity, nuclear forces and etc., and also the characteristics of matter elements.
ആ എലമെന്റ്സിനെയൊക്കെ നമ്മൾ പഠിക്കുക. സയൻസ് എന്ന് പറയുന്ന നമ്മളുടെ സബ്ജക്ട്. മെറ്റീരിയൽ സയൻസ് ഈസ് അബൌട്ട് സ്റ്റഡിയിങ് ഹൗ ദിസ് ഈസ് ഇവോൾവ്ഡ് ആൻഡ് ഹൗ വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്സ് into which this infinitude got divided and started performing in a particular order. അതിനെ ഒരു വിംസ് ആൻഡ് ഫാൻസിക്ക് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവരുടെ ഓരോ പാർട്ടിക്കിളിന്റെയും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളൊന്നും ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കില്ല അല്ലെ. സോ ദീസ് പാർട്ടിക്കിൾസ് ആൻഡ് എനർജീസ് ആർ നോട്ട് ഫങ്ഷനിങ് ഇൻ എ മാനർ വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് defined by whims and fancies of that universal intelligence. That universal intelligence is a structured thing, and that structure, adinte characteristics endakeyana, it is this likes and dislikes onnu illa, it is uniformly random or something like അങ്ങനെയൊക്കെയാണ് സയൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യാതെ. അങ്ങനെ എന്നിട്ടോ ഇതിനെ ഓർഗനൈസ് ചെയ്യാണ്. അപ്പൊ നമുക്കറിയുന്ന ഇപ്പൊ പല സോളാർ സിസ്റ്റംസ്, അതിലൊരു സോളാർ സിസ്റ്റം അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സോളാർ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള പ്ലാനറ്റ്സ്, ആ പ്ലാനറ്ററി മോഷൻ, അതിന്റെ ഓർഡർ ഓരോന്നും ഒക്കെ നമുക്കറിയാം. ആൻഡ് ദേ കീപ് ദാറ്റ് ഓർഡർ അല്ലെ. ഇന്ന് ഭൂമിയും മാഴ്സ്, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, വീനസ് എന്നൊക്കെ പറയുന്ന പ്ലാനറ്റുകൾക്കൊക്കെ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു റാൻഡം ഓർഡറിലേക്ക് മാറി. അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലേക്ക് അതിനെ കൊണ്ടുവന്ന് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സോളാർ സിസ്റ്റംസ് ആൻഡ് സോളാർ സിസ്റ്റംസ്, നമ്മളുടെ സോളാർ സിസ്റ്റം, ആ സോളാർ സിസ്റ്റത്തിന്റെ നമ്മളുടെ യൂണിവേഴ്സിന്റെ ആ സോളാർ സിസ്റ്റത്തിനുണ്ടാവുന്ന പ്ലാനറ്റ്സും പ്ലാനറ്ററി മോഷൻസും ഒക്കെ അങ്ങനെ ഒരു ഓർഡറിൽ പോവാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ ചന്ദ്രയാൻ 3 കാണാൻ ഇപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ നമുക്കത് അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കാം. അവിടേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് 10-50 ദിവസം മുമ്പ് അതിനെ തൊടുത്ത് വിട്ടിരിക്കുകയാണ്. അതെങ്ങനെ പോകണം, അതെങ്ങനെ പോയി അത് കൺട്രോൾ ചെയ്ത് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ഇസ് ഓർഡർ, ദർ ഇസ് എ സെൽഫ് ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് യൂണിവേഴ്സ്. അതില്ലെങ്കിലോ നമുക്ക് പറ്റില്ല. ഭൂമിയിൽ നിന്ന് ഇരുന്നുകൊണ്ട് ചന്ദ്രനിലേക്ക് ഒരു സാധനത്തിനെ ഇറക്കാൻ ശ്രമിക്കാൻ പോലും, ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക്. അങ്ങനെയുള്ള ശക്തികളെ സെൽഫ് ഓർഗനൈസിങ് ആയിട്ടുള്ള ശക്തിയായിട്ട് ഇരിക്കുന്നു. Meera, what is the question that you have? എനിക്ക് എങ്ങനെയാ ഫോം ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഈ ബുദ്ധി എന്ന് പറയണത് യൂണിവേഴ്സൽ ഇന്റലക്ട് എന്ന് സർ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ യൂണിവേഴ്സൽ ഇന്റലക്ട് എന്നുള്ളത് അതൊരു പ്രോപ്പർട്ടി ഓഫ് എനിത്തിങ് ഇസ് കോൾഡ് യൂണിവേഴ്സൽ ഇന്റലക്ട്, ഓർ this intellect is observed and understood by us. So is that intellect, universal intellect, is the observation that we have, and adano intellect ennu parayna ado our source upon which it the property of universe has formed? That called universal intellect, or the observations that we have made later on about the universe which has a pattern? Is that what that is universal intellect? Or I mean, what exactly is that intellect? Right, അതിലേക്ക് ഞാൻ കടക്കാം. ഇത് എന്താ പറയാ, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് എ വെരി വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരൊറ്റ സെന്റൻസിൽ ഒരു സെന്റൻസിൽ എനിക്ക് ഇപ്പൊ ഉത്തരം പറയാൻ പറ്റുമായിരുന്നുവെങ്കിൽ പിന്നെ ഭഗവത്ഗീതയുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഡെഫിനറ്റ്ലി ബൈ ദ എൻഡ് ഓഫ് അനദർ 30 minutes ഐ ഹോപ്പ് ഐ വുഡ് ഹാവ് ആൻസർഡ് മീര. ഓക്കെ, സോ ഐ ഹോപ്പ് മീര ഹാസ് ദ പേഷ്യൻസ് ടു ഹോൾഡ് ഓൺ. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ആ എനർജി ലെവലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ എനർജിക്ക് ഒരു വിധത്തിലുള്ള എക്സ്പീരിയൻസും നമുക്ക് തരാൻ പറ്റില്ല. കാരണം അത് ഒരു പ്യുവർ എനർജി സോഴ്സിൽ നിന്ന് പുറത്തേക്ക് ചാടി വന്നിരിക്കുന്ന ഒരു എനർജിയാണ്. എല്ലാം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി. അതില് ദർ ഈസ് എ ഇന്റലിജൻസ്. അപ്പൊ അതിന്റെ ഇന്റലക്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് പിൻ പോയിന്റ് ചെയ്യാൻ പോലും പറ്റില്ല നമുക്ക് ആ ഇന്റലക്റ്റിനെ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഹ്യൂമൻ ലെവലിൽ നമ്മൾ വന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഇനി അടുത്ത ലെവലിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇന്റലിജൻസ് ഉണ്ട് നമ്മളുടെ ഉള്ളിലൊക്കെ. അതിന്റെ ഇന്റലക്ട് എവിടെയാണ് ഇരിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ബ്രെയിനിലാണെന്ന് പറയാം. ഇവിടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പൊ ശരിക്ക് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെവിടെയാണ് ബ്രെയിനിൽ ആ ഇന്റലക്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. വി കനോട്ട് എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മൾ അതിന്റെയും മുകളിലേക്ക് കിടക്കാം, ബ്രെയിനിനും പുറത്തേക്ക്.
അപ്പൊ ബ്രെയിനിൽ നിന്നും പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഓക്കെ, അതാണ് നമ്മളുടെ ഒരു കഴിവ്, അത് മനുഷ്യന്റെ കഴിവ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സംതിങ് ദാറ്റ് ഈവൻ ദിസ് ഇന്റലക്ട് കനോട്ട് ഗ്രാസ്പ് ഫുള്ളി ഓർ എക്സ്പീരിയൻസ്. കാരണം ഫിസിക്കൽ ആയിട്ടുള്ള എന്റെ ഇന്റലിജൻസിന് ഒരിക്കലും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു തലത്തിലിരിക്കുന്ന ഇന്റലിജൻസിനെ പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് ഈ പറഞ്ഞ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള എനർജി ആൻഡ് മാറ്റർ, അത് കമ്പൈൻ ചെയ്ത് അതിനെ ഒരു വിധത്തിലുള്ള ഓർഡറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ശക്തി. ആ ശക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മളുടെ ഇപ്പോഴത്തെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അതിന് ചില പേരുകൾ കൊടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഇന്റലക്ട് എന്നോ ഇന്റലിജൻസ് എന്നോ യൂണിവേഴ്സൽ ഇന്റലിജൻസ് എന്നോ സാർവത്രിക ബുദ്ധി എന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. അതൊക്കെ നമ്മളുടെ ലാംഗ്വേജിലുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ്. ആ എനർജിയുടെ ഈ ഫോഴ്സസ് അതിനെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ചില പേര് കൊടുക്കുന്നു. എന്താണ്? It has the power to self-organize. Intelligence that can self-organize. It can co-evolve. ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇവോൾവ് ചെയ്യാൻ പറ്റുന്ന, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന എന്നൊക്കെ പറയുന്നു നമ്മൾ. ഇപ്പൊ ഈ വാട്ട് ഈസ് ഓർഗനൈസിങ്, വാട്ട് ഈസ് ഇവോൾവിങ്, വാട്ട് ഈസ് കോ എക്സിസ്റ്റൻസ് എന്നൊക്കെയുള്ള വാക്കുകൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വേറൊരു നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ മാത്രമേ അതിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്ക്. അപ്പോ ഓക്കെ, ഇനി ഞാൻ അത് മുമ്പോട്ട് പോവാം, എന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ദെൻ യു വിൽ ബി ഏബിൾ ടു കണക്ട് ദീസ് ടു ടുഗദർ ആൻഡ് ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഇറ്റ് ഈസ്. അപ്പൊ ഇത് വാക്കുകളെ കൊണ്ട് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ചെന്ന് നമ്മൾ ചിന്തിച്ച് റിഫ്ലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിലേ നമുക്കിത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോ അതിന് നമ്മളിപ്പോ അതിന് ഇന്റലക്ട് എന്ന് പറയുന്നു. ബുദ്ധി എന്നുള്ള വാക്കാണ് ഉപനിഷത്തുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബുദ്ധി, സാർവത്രികമായിട്ടുള്ള ബുദ്ധി, അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സട്ടിൽ ഇന്റലിജൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. സട്ടിൽ ഇന്റലിജൻസ്. ഈ സട്ടിൽ, അതായത് നമുക്ക് ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ കാണാനോ മെഷർ ചെയ്യാനോ സാധിക്കാത്തതായിട്ടുള്ള ഒരു ഇന്റലിജൻസ്, സട്ടിൽ ഇന്റലിജൻസ്. ആ സട്ടിൽ ഇന്റലിജൻസ് ശക്തിയാണ് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. അത് പിന്നീട് പ്രാജ്ഞ എന്നുള്ള നിലയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ, ബ്രെയിനിൽ ആദ്യം സ്ഫുരിക്കാൻ തുടങ്ങും. അപ്പോ ആ പ്രജ്ഞ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് യൂണിവേഴ്സൽ എനർജി, ഇന്റലിജൻസ്. യൂണിവേഴ്സൽ ഇന്റലിജൻസ് ആണ് ഈ പ്രജ്ഞ എന്ന് പറയുന്നത്. നമ്മളുടെ ബ്രെയിനിലുള്ള സകല വിധത്തിലുള്ള കോ എക്സിസ്റ്റൻസ് ആൻഡ് സെൽഫ് ഓർഗനൈസിങ് ആൻഡ് ഇവോൾവിങ്, അതിനു വേണ്ടിയിട്ടുള്ള കഴിവുകളും ഉള്ള, ഇതിനെയെല്ലാം തുന്നിപ്പിടിപ്പിച്ച് ബാക്കി എല്ലാത്തിനെയും തുന്നിപ്പിടിപ്പിച്ച് കൊണ്ടുപോകാൻ ആയിട്ടുള്ള ഒരു ശക്തി. ആ ശക്തി നമ്മളുടെ ഉള്ളിലെ പ്രജ്ഞയുണ്ട്. ആ പ്രജ്ഞ ആദ്യം പിന്നെ എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങും. എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബ്രെയിനിൽ തുടിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഫസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻസ്, ലൈഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലത്തെ ജീവന്റെ തുടിപ്പ് എന്ന് നമ്മൾ പിന്നീട് പറയുന്നു. അപ്പൊ നമ്മൾ ജീവന്റെ തുടിപ്പ് മുതലുള്ള കാര്യങ്ങളാണ് പിന്നീട് സംസാരിക്കുന്നത്. നമ്മളൊക്കെ അതിനെപ്പറ്റി മാത്രമേ നമുക്ക് അവയർനെസ് ഉള്ളൂ. ജീവന്റെ തുടിപ്പ്, ശരിക്കും പറയുകയാണെങ്കിൽ ഈ ജീവന്റെ തുടിപ്പ് എപ്പോൾ തുടങ്ങി എന്നുള്ളതിനെ പറ്റിയുള്ള അവയർനെസ് നമുക്കില്ല. ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഗർഭപാത്രത്തിൽ ഞാനായി വന്നപ്പോൾ ഉണ്ടായ ആദ്യത്തെ അനുഭവങ്ങൾ? ആർക്കും അനുഭവമില്ല അല്ലെ? ഓർമ്മയില്ലല്ലോ. ദാറ്റ് ഈസ് വൈ, ബിക്കോസ് ഇറ്റ് ഈസ് പ്യുവർ ഇന്റലിജൻസിന്റെ റിഫ്ലക്ഷൻ ആണ് ആദ്യം. അത് അവിടെ വന്ന് ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഇതില് ഈ ന്യൂറോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പൊ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിന്റെ കൂടെ മറ്റുള്ള ടിഷ്യൂസും മറ്റേ മസിൽ എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. ആ ബോഡി അങ്ങനെ രൂപപ്പെട്ട് വരുമ്പോൾ ആദ്യം തന്നെ ഇത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട് അങ്ങോട്ട് കൂടിച്ചേരും. ജ്ഞാനേന്ദ്രിയങ്ങളാണ് ആദ്യം ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ ഉപനിഷത്ത് പറയുന്നു. സയൻസ് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നിട്ട് എവിടെയാണ് ആദ്യം ഉണ്ടാവുന്നതെന്നൊന്നും ഇപ്പോഴും ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും നമ്മളിപ്പോ നമ്മളുടെ വേദിക് നോളജ്, ഇൻഡ്യൂറ്റീവ് നോളജ് ആയിട്ടുള്ള ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത് സയൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോട്ട് എക്സാക്ട്ലി ഇൻ ദാറ്റ് ഫോം. പിന്നെ അത് ഒരു കുറച്ചുകൂടെ കോംപ്ലക്സ് ആയി വരുമ്പോഴുള്ള ജീവന്റെ കാര്യങ്ങളെ മുതൽ അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സയൻസിനും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഉപനിഷത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, പക്ഷെ ആദ്യം തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളിലാണ് തുടക്കം. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പെർസെപ്ഷൻ ഉണ്ടാക്കുന്ന സംഗതി, ശക്തികൾ, നമുക്ക് അറിവ്, സെപ്പറേറ്റ് അവയർനെസ്, ഫിസിക്കൽ വേൾഡിന്റെ പുറമേക്കുള്ള അവയർനെസ് ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്ന ജീവന്റെ തുടിപ്പ്. അത് ദാറ്റ് ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
അതിന്റെ ക്യാരക്ടർ, അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ആദ്യത്തെ പോയിന്റിൽ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ടൈസ് ദിസ് ഐഡന്റിറ്റി അവയർനെസ് ടു ദ ഫിസിക്കൽ മീഡിയം ദാറ്റ് ഈസ് ഗെറ്റിംഗ് ഡെവലപ്ഡ്. നമ്മൾ ഫിസിക്കലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന സാധനത്തിന്റെ ഉള്ളിലേക്ക് ഇരുന്ന് അതിലേക്ക് അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അതാണെന്നുള്ള ഒരു ബോധം, അതാണ് ഞാൻ, അല്ലാണ്ട് ഞാൻ ഈ ഇൻഫിനിറ്റ് അല്ല, ഇതാണ് ഞാൻ എന്നുള്ള ഒരു ബോധം ആദ്യം ഉണ്ടാക്കി തരികയാണ് എന്ന് നമ്മളുടെ ഉപനിഷത്തുകളിൽ പറയുന്നു. അതിനെയാണ് അഹംകാര എന്ന് പറയുന്നത്. ഈഗോ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഈഗോ കോൺഷ്യസ്നസ്, ഞാനാണ്, ഇത് ഞാൻ എന്നുള്ള ബോധം എനിക്ക് ഉണ്ടാക്കി തരുന്നു. പിന്നീട് അവിടുന്ന് സെൻസസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സെൻസറി പിന്നെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുകയാണ്. ആ നെർവോ ഇമ്പൾസസ് ഒക്കെ, അതിന്റെ മറ്റേ ടിഷ്യൂസ് ഒക്കെ വളർന്ന് മസിൽസ് ഉണ്ടായി, മറ്റേ കണ്ണുകളുണ്ടായി, മൂക്കുണ്ടായി, ചെവി ഉണ്ടായി, തൊലി ഉണ്ടായി, അങ്ങനെ പലതും ഉണ്ടായി. അതിന്റെയൊക്കെ സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്തു ആദ്യം. എന്നിട്ട് അതിന്റെ ആ സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ പോവാണ്. ഓക്കെ, അതാണ് ഇനിയിപ്പം ഇതിൽ പറയുന്നത്. അപ്പൊ അഹങ്കാരം ഫസ്റ്റ്. അപ്പൊ ഇതിൽ എന്താ പറഞ്ഞ, ഇൻഫിനിറ്റിൽ നിന്ന് അൺഡിഫറൻഷിയേറ്റഡ്, അൺഡിഫറൻഷിയേറ്റിൽ നിന്ന് ആദ്യം ഉണ്ടായത് എന്താണ്? ഇന്റലക്ട്, സട്ടിൽ ഇന്റലിജൻസ്. ആ സട്ടിൽ ഇന്റലിജൻസിൽ നിന്ന് ആദ്യം ഉണ്ടായത് എന്താണ്? ഈഗോ, അഹങ്കാരം. അതാണ് ആദ്യത്തെ ആ രണ്ട് ആരോ. അൺഡിഫറൻഷിയേറ്റഡ് നിന്ന് ഇന്റലക്ട് ഉണ്ടായി, ഇന്റലക്റ്റിൽ നിന്ന് ഈഗോ കോൺഷ്യസ്നസ് ഉണ്ടായി എന്ന് നമുക്ക് അവസാനം. ഇനി ഈ ഈഗോ കോൺഷ്യസ്നസ് വളരാൻ തുടങ്ങുകയാണ്. പിന്നെ എങ്ങനെയാണ്? എന്റെ കണ്ണിന്റെ സെൻസസ്, കാഴ്ച, ലൈറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എനർജി, ന്യൂറോൺസ് ഒക്കെ ഉണ്ടായി. then it got connected to the eye. കണ്ണ് എന്ന് പറയുന്ന ഓർഗനായിട്ട് കണക്റ്റഡ് ആവും. ഓർഗൻ ഉണ്ടാവും, അപ്പോഴേക്കും കുറച്ചും കൂടെ കഴിയുമ്പോൾ ഓർഗൻ ഉണ്ടാവും, അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്യും. അതുപോലെ മൂക്ക്, ദ പവർ ഓഫ് സെൻസസ്. ഘ്രാണേന്ദ്രിയം, ആ ഘ്രാണേന്ദ്രിയം മൂക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ മൂക്കിലേക്ക് കണക്ട് ചെയ്യും. പിന്നീട് നമ്മളെ ത്വക്ക്, അപ്പൊ നമ്മളുടെ സ്പർശനേന്ദ്രിയം ഈ ത്വക്കിന്റെ മസിൽസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റിലേക്കും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യണം. നാക്ക്, രസനേന്ദ്രിയം, അത് നാക്കിന്റെ രസത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്ത് തരുന്നു. അങ്ങനെ ശബ്ദസ്പർശ രസ രൂപം ഗന്ധാദികളിലേക്ക് നമ്മളുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആകത്തുകയാണ്, അതായത് ദ സെന്റേഴ്സ് ഓഫ് പെർസെപ്ഷൻ ആൻഡ് അവയർനെസ് ദാറ്റ് കമ്പൈൻഡ് വിത്ത് ദ സെൻസസ് ആൻഡ് ഹൗ ദേ ഹാൻഡിൽ ഇറ്റ്. ആൻഡ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് സാധനമാണ് മനസ്സ്. അവിടെയാണ് ചിന്തകൾ രൂപീകരിക്കുന്നത്. ചിന്തകളും അനുഭവങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ്, ഒരു ക്ഷേത്രം ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. എല്ലാ വിധത്തിലുള്ള പുറമേ നിന്നുള്ള ഇൻപുട്ടുകളെല്ലാം വെളിച്ചം അനുഭവിക്കാനും, രസം അനുഭവിക്കാനും, സ്പർശനം അനുഭവിക്കാനും, ഘ്രാണം അനുഭവിക്കാനും, പിന്നെ ചെവി ശബ്ദം അനുഭവിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഫീൽഡ് അവിടെ ഉണ്ടായി വരികയാണ്. അപ്പൊ ആദ്യം അത് മൈൻഡാണ്. ദാറ്റ് ഈസ് ദ മൈൻഡ്, ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് സട്ടിൽ. ആദ്യം അവിടെ ഈ മനസ്സിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കാം. ഞാനൊരു ആന എന്ന് ഞാനിപ്പോ ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ചെവിയിൽ കൂടെ ആന എന്നുള്ള ശബ്ദം അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടായത്? What happened in your mind? The mind created an elephant, അല്ലേ? ഒരു രൂപത്തെ കാണാൻ പറ്റും. ആ രൂപത്തിന് അതിന് ഷേപ്പില്ലേ, അതിന് ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലേ, അതിന്റെ തൊലി, കറുപ്പ്, കൊമ്പിന്റെ ഇതൊക്കെ പറയുമ്പോ എനിക്ക് കൊമ്പിന്റെ ഇപ്പൊ ആനയുടെ കൊമ്പിൽ പിടിച്ചിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ആ കൊമ്പ് ഇതിന്റെ ഫീല് നമുക്ക് ഫീൽ ചെയ്യാം മനസ്സിന്റെ ഉള്ളിൽ, ഇല്ലേ? അപ്പോ പല വിധത്തിലുള്ള പഞ്ചഭൂതങ്ങളും എർത്ത്, വാട്ടർ, എയർ, ഫയർ, എയർ, സ്പേസ്, പഞ്ചഭൂതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പിക്ചർ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ സട്ടിലായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ വാട്ട് ഐ ക്രിയേറ്റഡ് ഈസ് സട്ടിൽ എർത്ത്, സട്ടിൽ വാട്ടർ, സട്ടിൽ ഫയർ, സട്ടിൽ എയർ ആൻഡ് സട്ടിൽ സ്പേസ്. എനിക്കറിയാം ആ 4 കാലുകൾ, അതിന്റെ പൊക്കം, സ്പേസ്, കാലുകൾ തമ്മിലുള്ള അകലം. ഐ ക്യാൻ even you can imagine the trumpeting of the elephant, അല്ലെ? എല്ലാം കാണാൻ പറ്റുന്നു. അവ ആന ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നു. അപ്പൊ ഈവൻ ദ ലിക്വിഡ് ഫോം, ഇറ്റ് ഈസ് വിസിബിൾ ടു അസ്.
ഇൻ മൈ മൈൻഡ് സൈ. അപ്പൊ എർത്ത്, വാട്ടർ, എയർ, ഫയർ, എയർ, സ്പേസ് എല്ലാം എന്റെ മനസ്സിന്റെ ഉള്ളില് ഉള്ള എലമെന്റ്സ് ആയി മാറുകയാണ്. പഞ്ചഭൂതങ്ങൾ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പൊ എന്റെ ഈ ഈഗോ, എന്നിട്ട് ഇത് ഞാൻ അനുഭവിക്കുന്നു, ഞാൻ കാണുന്ന സാധനങ്ങൾ ഫിസിക്കൽ സാധനങ്ങൾ, അറ്റാച്ച് ചെയ്ത സാധനങ്ങളായിട്ടായിരുന്നു എനിക്ക് കാണാൻ പറ്റുള്ളൂ. പഞ്ചഭൂതങ്ങളെ സട്ടിൽ മാറ്റർ, സൂക്ഷ്മമായിട്ടുള്ള മെറ്റീരിയലിനെ ഈ ഈഗോ ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത് എനിക്ക്. ഈഗോ വിത്ത് ദാറ്റ് ബുദ്ധി, സട്ടിൽ ഇന്റലിജൻസ് along with my buddhi creates this 5 great elements inside my mind. എന്റെ മനസ്സിന്റെ ഉള്ളില് സൂക്ഷ്മതലത്തില് ഈ പറയുന്ന പഞ്ചഭൂതങ്ങളെ എനിക്ക് ഉണ്ടാക്കി തന്ന് അത് എന്റെ അനുഭവമാക്കി നിർത്തുന്നു. ദാറ്റ് ഇന്റലക്ട്. അപ്പോ ഓക്കെ, ഇനി നമ്മളുടെ ഫിലോസഫി എന്താ പറയുന്നത്? therefore again, from the infinite emerged the undifferentiated, and from the undifferentiated, which is the pure, this undifferentiated energy and matter is nothing but the root cause of everything that is differentiated. ഈ പറയുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന സകലതിനെയും ഉൾക്കൊണ്ടിരിക്കുന്ന അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ആ ശക്തിയെ ആണ് വാക്ക് പറയുന്ന അവ്യക്തമായിട്ടുള്ള ഈ ശക്തിയെ, അല്ലെങ്കിൽ അവ്യാകൃതമായിട്ടുള്ള ഈ ശക്തിയെ, അതിന്റെ പേരാണ് ഈശ്വരശക്തി എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ആ വാക്ക് നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈശ്വരശക്തി, ആ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള, where Purusha and Prakriti is residing together, where energy and matter are residing together in a dormant form without any specializations, is called as Ishvara Shakti. And that is the Lord, Ishvara. Adana Ishvara ennu paranje. The Lord of everything that was created, differentiated. അവ്യാകൃതത്തിൽ നിന്ന് വ്യാകൃതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കി എടുക്കാനായിട്ടുള്ള സകല വിധത്തിലുള്ള ശക്തികളും എലമെന്റ്സും എല്ലാ സാമഗ്രികളും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ആ ശക്തിയെയാണ് ഈശ്വരശക്തി എന്ന് പറയുന്നത്. ആ ഈശ്വരനിൽ നിന്ന് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആ ഈശ്വരനിൽ ഈ പ്രപഞ്ചം ഉളവായി. എന്നിട്ട് അതിൽ നിന്ന് അതിൽ എന്താ, ആ പ്രപഞ്ചം ഉണ്ടായതോടുകൂടി ഇന്റലക്ട് ഉണ്ടായി, യൂണിവേഴ്സൽ ഇന്റലിജൻസ്, which has the power to self-organize, self-evolve and co-exist. Self-organize, co-evolve. Self-organize and co-evolve. അത് രണ്ടുമാണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് ആണ് ഇനി നമ്മൾ പിന്നീട് പറയാൻ പോകുന്നത്. അങ്ങനെ ആ ഈഗോ സട്ടിലായിട്ടുള്ള എലമെന്റ്സിനെ ഉണ്ടാക്കുകയാണ് ഇനി എന്റെ ജീവിതത്തിൽ. അല്ല, ഇനിയിപ്പോ നമ്മൾ ഓരോരുത്തരിലേക്ക് കിടക്കുകയാണ്. എനിക്ക് എന്റെ മനസ്സ് ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. ആ മനസ്സിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന സട്ടിൽ എലമെന്റ്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് താഴേന്ന് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. പഞ്ചഭൂതങ്ങള് താഴെന്ന് മുകളിലേക്ക്, പഞ്ചഭൂതങ്ങള് സൗണ്ട്, ടച്ച്, ടേസ്റ്റ്, ഷേപ്പ്, സ്മെൽ, പഞ്ചഭൂതാസ്. ആൻഡ് ദീസ് പഞ്ചഭൂതാസ് ആർ ആക്ച്വലി ഒബ്ജക്ട്സ് ഓഫ് ദ സെൻസസ്. സെൻസസിന്റെ ഒബ്ജക്ട്സ് ആണ് ഇതൊക്കെ. സൗണ്ട്, ടച്ച്, ടേസ്റ്റ്, ഷേപ്പ്, സ്മെൽ. അതാണ് ഇപ്പൊ നമ്മൾ പറയും ഒബ്ജക്ട്സ് ഓഫ് ദ പേന, ദിസ് ഈസ് എൻ ഒബ്ജക്ട്. ബട്ട് അതൊക്കെ പിന്നീട് ഫൈനർ ആയിട്ടുള്ള പിന്നീടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണിത്. പക്ഷെ ഈ പേന തന്നെ ഈ പറയുന്ന പഞ്ചഭൂതങ്ങളിൽ പെടും. എന്തൊക്കെയാണ്? ഒന്ന് സെൻസ് ഓഫ് ടച്ച് ആൻഡ് സെൻസ് ഓഫ് ഷേപ്പ്, അല്ലെ? ഇത് രണ്ടും കൂടി ചേർന്നതാണ്. അപ്പോ സൗണ്ട്, ടച്ച്, ടേസ്റ്റ്, ഷേപ്പ് ആൻഡ് സ്മെൽ ആർ ദ മോസ്റ്റ് അബ്സ്ട്രാക്ട് ലെവൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ്. പ്രപഞ്ചത്തിന്റെ ഒബ്ജക്ട്സ് ആണ് ശബ്ദ, സ്പർശ, രസന ഇന്ദ്രിയങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒബ്ജക്ട്സ്. അങ്ങനെ അത് മുകളിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് എന്റെ സെൻസസ് ഓഫ് പെർസെപ്ഷൻ, ജ്ഞാനേന്ദ്രിയ, ആൻഡ് സെൻസസ് ഓഫ് ആക്ഷൻ, കർമ്മേന്ദ്രിയ, ഇതിനെ അങ്ങോട്ട് ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഉത്തേജിപ്പിക്കാൻ ഒരു സാധനം വേണം. എന്താണ്? മൈൻഡ് വേണം. ആ മനസ്സ്. അപ്പോ ഈ പറയുന്ന സട്ടിൽ മാറ്റർ, സൂക്ഷ്മമായിട്ടുള്ള മഹാഭൂതങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. മഹാഭൂതാസ്, സൂക്ഷ്മമായിട്ടുള്ള മാറ്റർ, മഹാഭൂതാസ്. This Mahabhuta will start pervading all the Panchabhutas and പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളെ മഹാഭൂതം അങ്ങോട്ടിലേക്ക് പിന്നാണ് അങ്ങോട്ട് മുഴുവനായിട്ട് ചാലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കണം എന്താണ്? ഈ ആന ശാന്തനായിട്ടുള്ള ഒരു ആനയാണെന്ന് വിചാരിക്കുക. ശാന്തം, ഒരാളെയും ഉപദ്രവിക്കാത്ത ആനയാണ്. പക്ഷെ ഇന്നലെ വൈകുന്നേരം ഞാൻ TV-യിൽ അരിക്കൊമ്പനെ പറ്റിയിട്ടുള്ള കഥകളാണ് മുഴുവൻ നേരം കണ്ടത്. അപ്പൊ എന്റെ മനസ്സിൽ ആന എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ദ്രോഹിപ്പിക്കുകയും ഉപദ്രവിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാധനമായിട്ട് ഞാൻ കരുതി വെച്ചേക്കണം. എന്നിട്ടാണ് ഇന്ന് ഞാൻ ആനയെ പറ്റി ആദ്യം കേട്ടപ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ചിന്തിക്കുമ്പോൾ
എന്റെ മനസ്സിലുണ്ടാവുന്ന ആന എങ്ങനത്തെ ആനയായിരിക്കും? എന്റെ മനസ്സിന്റെ ഉള്ളിൽ അരിക്കൊമ്പനെ പോലെ നാശനഷ്ടം വിതയ്ക്കുന്ന ഒരു ആനയായിട്ട് ഞാൻ മഹാഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്റെ മനസ്സിൽ. അപ്പോ ഫിസിക്കലായിട്ടുള്ള ഇനി ആനയെ കാണുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫിസിക്കലായിട്ടുള്ള ആ ആന, ശാന്തനായിട്ടുള്ള ശാന്ത സ്വഭാവമുള്ള ആനയെ ആണോ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, മനസ്സിന്റെ ഉള്ളിൽ വരാൻ പോകുന്നത്? അല്ല. കാരണം അവിടുന്ന് വന്ന ഇൻപുട്സ്, തരാവുന്ന സംഗതികളെ, ഒബ്ജക്ട്സ് ഓഫ് ദ സെൻസസ് എനിക്ക് കൊണ്ട് തന്നിരിക്കുന്ന സാധനങ്ങളെ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ ആ മനസ്സിന്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ളതായിട്ടുള്ള കുറേ ചപ്പ് ചവറുകളോ അല്ലെങ്കിൽ കളറുകളോ ഉണ്ട്, അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ ഉണ്ടായത്? വി ആക്ച്വലി സ്റ്റാർട്ട് സീയിങ് ആൻ എലിഫന്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു അറ്റാക്ക് മീ. എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ആന എന്നുള്ള നിലയിലാണ് ഞാൻ അതിനെ കാണുന്നത്, ശാന്തനായിട്ട് നിൽക്കുന്ന ആന. അപ്പൊ ഞാൻ സത്യമായിട്ടുള്ള സംഗതിയാണോ കാണുന്നത്? ഫിസിക്കലി റിയൽ, സത്യം എന്നല്ല, റിയൽ, ഫിസിക്കലി റിയൽ ആയിട്ടുള്ള ഒരു ആന, ശാന്തനായിട്ടുള്ള ആന, ശാന്ത സ്വഭാവം, അതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അങ്ങനെയുള്ള ആനയാണോ ഞാൻ കാണുക? അല്ല, ഞാൻ കാണുന്നത് വേറൊരു വിധത്തിലാണ്. കാരണം ഞാൻ അതിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് എന്റെ സട്ടിൽ വേൾഡിനെയും കൂടി അങ്ങോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മോഡിഫിക്കേഷൻസും അതിലേക്ക് വരും കൊണ്ട്. അപ്പൊ ആന ദുഷ്പ്രവണതകളെല്ലാം ആനയാക്കി മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ, ദിസ് ഈസ് ഹൗ ദ തിങ്സ് വർക്ക്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മതി എല്ലാം. ഇതിപ്പോ ഓരോ കാര്യം ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, ഓരോരുത്തർ ഓരോ വിധത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു, നമ്മളത് നമ്മൾ കേട്ട് ഉള്ളിലേക്ക് വന്ന് എന്റെ സബ്ട്ടിൽ മാറ്റർ, സൂക്ഷ്മം, എന്റെ ഈഗോ, ഇന്റലക്ട് ഈഗോ വന്ന് സട്ടിൽ മാറ്ററുമായിട്ട് ചേർന്ന് എന്റെ മനസ്സിന്റെ ഉള്ളിൽ അതിനെ കലക്കി മറിച്ചുകൊണ്ട് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേദാന്തത്തിൽ പറയുന്നത് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും കാണുന്ന സംഗതികളെ ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് രണ്ടും രണ്ടാക്കി വേർതിർത്താൻ പറ്റുന്ന ഒരു ബുദ്ധിശക്തി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പോ ദിസ് ഈസ് ബേസിക്കലി വാട്ട്. അപ്പൊ ഈ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഈ സട്ടിൽ മാറ്റർ അവിടെ നിർത്തി, സട്ടിൽ മാറ്റർ എന്ന് പറയുന്ന സംഗതികൾ. പിന്നീട് നമ്മൾ പുറത്തെ ഒബ്ജക്ട് ഓഫ് ദ സെൻസസിൽ നിന്ന് സാധനങ്ങളെ കൊണ്ടുവന്ന് ജ്ഞാനേന്ദ്രിയങ്ങളും എന്നിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. അപ്പൊ ജ്ഞാനേന്ദ്രിയത്തിൽ വന്ന് കുഴച്ച് ഈ മനസ്സിന്റെ ഉള്ളിൽ കൂട്ടിക്കുഴയ്ക്കുക. മനസ്സിന്റെ ഉള്ളിൽ കൂട്ടിക്കുഴയ്ക്കുവാനായിട്ടുള്ള കുറെ ശക്തികൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. ചിന്താശക്തി, ആ ചിന്താശക്തിയുടെ പല ഇതിൽ അതിനെയാണ് നമുക്ക് ബുദ്ധിശക്തി ഉണ്ട്, വേറെ ഗ്രോസ് ഇന്റലക്ട് എന്ന് പറയുന്നത്. ഗ്രോസ് ഇന്റലക്ട്, ആ ഗ്രോസ് ഇന്റലക്ട് എന്ന് പറയുന്ന ശക്തികളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും പഠിക്കുന്നതും അതിനെപ്പറ്റി പഠിക്കുന്നതൊക്കെ. അതാണ് സഹജമായിട്ടുള്ള ബുദ്ധി, നോർമൽ ഇന്റലക്ട്. അപ്പൊ എന്തൊക്കെയാണ്? അതിപ്പോ കാണാനായിട്ടുള്ള കഴിവ്, കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രൊജക്ട് ചെയ്യാൻ, മെമ്മറിയിൽ നിന്നുള്ള നമ്മളുടെ എക്സ്പീരിയൻസസിനെ കൊണ്ടുവന്ന് ചേർത്തുകൊണ്ട് ജഡ്ജ് ചെയ്യാനും ഇൻഫർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള എന്റെ ചിന്താശക്തി, നമ്മൾ വാട്ട് വി ടോക്ക് അബൌട്ട് ആസ് നോർമൽ ഇന്റലിജൻസ്, ദാറ്റ് ഈസ് ഗ്രോസ് ഇന്റലിജൻസ്. ആ ഗ്രോസ് ഇന്റലിജൻസ് വിത്ത് ഇമോഷൻസും പെടും അതിൽ. മൈൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്റലക്ട് ആസ് വെൽ ആസ് ദ ഇമോഷണൽ ആസ്പെക്ട്. രണ്ടും കൂടെ ചേർന്നുകൊണ്ടിട്ടുള്ളതാണ് മനസ്സ്, തോട്ട്സ് ആൻഡ് പർപ്പസ്. ആൻഡ് വി ക്രിയേറ്റ് അവർ ഓൺ തിങ്കിങ് കേപ്പബിലിറ്റീസ്, അവർ ഓൺ പർപ്പസ് and all those things, judgments and various things. അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചേർന്ന് നമ്മളുടെ ഗ്രോസ് ഇന്റലക്ട്, സഹജമായിട്ടുള്ള ബുദ്ധി. അപ്പൊ ഈ സഹജമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് സാർവത്രികമായിട്ടുള്ള ബുദ്ധിയെ പറ്റി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മേപ്പോട്ടുള്ള എവല്യൂഷൻ ഉണ്ടാവുന്നത്. when the innate intelligence starts thinking about and connecting with the universal intelligence, that is when wisdom happens. ഈ സാർവത്രികമായിട്ടുള്ള ബുദ്ധിയാണ് വിസ്ഡം എന്ന് പറയുന്നത്. ആ വിസ്ഡം നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരണം, അതിനാണ് ഈ ഗീത ഇന്റലിജൻസ് ഒക്കെ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ എന്താ പറയാ ആദ്യത്തെ 14 ശ്ലോകങ്ങളുടെ സമ്മറിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഉണ്ടായതെന്നും മാറ്ററുണ്ട്. ടു എന്യൂമറേറ്റ് ദ നേച്ചർ ഓഫ് ക്ഷേത്ര, ഇറ്റ് ക്യാൻ ബി ലിസ്റ്റഡ് ആസ് ഫോളോസ്. 6ാമത്തെ 7ാമത്തെ ശ്ലോകങ്ങൾ. ദ ഗ്രേറ്റ് എലമെന്റ്സ്, ഈഗോ, ഇന്റലക്ട്, ദ അൺമാനിഫെസ്റ്റഡ് മൂലപ്രകൃതി, ദ 10 സെൻസസ് ഓഫ് നോളജ്, ദ മൈൻഡ്, 5 ഒബ്ജക്ട്സ് ഓഫ് ദ സെൻസസ് ആൻഡ് മനസ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ പാർട്ടായിട്ട് ഒരു ഡിസയർ, ഹേറ്റ്രഡ്, പ്ലഷർ ആൻഡ് പെയിൻ. ഡിസയർ, ഹേറ്റ്രഡ്, പ്ലഷർ ആൻഡ് പെയിൻ, ഇതാണ് 4 ഫണ്ടമെന്റൽ ആയിട്ടുള്ള മനസ്സിന്റെ ഫോഴ്സസ്. ഡിസയർ, ഹേറ്റ്രഡ്, പ്ലഷർ, പെയിൻ. ദെൻ ദ അഗ്രിഗേറ്റ് ബോഡി മാറ്റർ, നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി എല്ലാം കൂടി ചേർന്നത്. അത് ഉപയോഗിച്ചിട്ടുള്ള ഇന്റലിജൻസ്, കറേജ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. ഇന്റലിജൻസ്,
ഗ്രോസ് ഇന്റലിജൻസ്, കറേജ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. അതിന്റെ റിഫ്ലക്ഷൻസ് ആണ് കറേജ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇതാണ് 14 സംഗതികൾ. അപ്പൊ നമ്മളുടെ മാനസികമായിട്ടുള്ള തലത്തിലേക്ക്, ഫിസിക്കൽ ആയിട്ടുള്ള മൈൻഡിന്റെ തലത്തിലേക്ക് വരുമ്പോൾ അറിയേണ്ട 6 സംഗതികൾ എന്തൊക്കെയാണ്? 6 അല്ല 7 അതിനെ കൂട്ടാം. അതായത് ഡിസയർ, ഹേറ്റ്രഡ്, പ്ലഷർ, പെയിൻ. പിന്നെ ഇന്റലിജൻസ്, അതായത് ഗ്രോസ് ഇന്റലിജൻസ്. പിന്നെ കറേജ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ് എന്ന ഒറ്റ വാക്കിലാ പറയാം. അപ്പൊ കറേജ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ് രണ്ടായിട്ട് തന്നെ ഉള്ളു. അതാണ് 7 എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ സംഗതികളാണ് സത്യത്തില് നമ്മുടെ ജീവന്റെ ആദ്യത്തെ ശക്തികൾ, പുറമേയുള്ള ശക്തികൾ, കാണപ്പെടുന്ന ശക്തികൾ, ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ശക്തികൾ. ഇതൊക്കെ ക്ഷേത്രമാണ്. ഇതെല്ലാം ക്ഷേത്രത്തിൽപ്പെട്ടതാണ്. ഈ സംഗതികളൊക്കെ ക്ഷേത്രത്തിൽപ്പെട്ടതാണ്. ഓക്കെ, ഇനി അപ്പൊ അത് ആദ്യം ക്ഷേത്രത്തിനെ പറ്റിയിട്ടാണ് അതുകൊണ്ട് തുടങ്ങിയത്. ക്ഷേത്രം എന്താണ് ആദ്യം. ഇപ്പൊ നമുക്ക് ഏകദേശം ഇപ്പൊ ക്ഷേത്രം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പഞ്ചഭൂതങ്ങളുടെ ഒബ്ജക്ട്സ്, ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ആ ബുദ്ധിയുടെ വികാരങ്ങള്, കറേജ്, ഫോർട്ടിറ്റ്യൂഡ്, മനസ്സിന്റെ വികാരങ്ങള്, ഡിസയർ, ഹേറ്റ്രഡ്, പ്ലഷർ, പെയിൻ. ഇതെല്ലാം ക്ഷേത്രങ്ങളാണ്. ഇതെല്ലാം ക്ഷേത്രങ്ങൾ. ഇതൊന്നും ഞാനല്ല, ഇതെല്ലാം ക്ഷേത്രങ്ങളാണ്. ഇതിന്റെ മേപ്പോട്ട് നമുക്ക് ഇനി പിടിക്കാൻ പറ്റാത്ത സംഗതികളുണ്ട് കുറച്ച്. സട്ടിൽ മാറ്റർ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവുന്ന എന്റെ സട്ടിൽ മാറ്റർ ഉപയോഗിച്ചിട്ടുള്ള ആ ലോകം, അതും ക്ഷേത്രത്തിൽ പെട്ടതാണ്. ഇനി അതിനെ ആ ക്ഷേത്രത്തിൽ 5 ഗ്രേറ്റ് എലമെന്റ്സ്, സട്ടിൽ മാറ്റർ, നമുക്ക് കാണാൻ പറ്റുന്നില്ല, സട്ടിലാണ്, പക്ഷേ ദാറ്റ് ഈസ് ദർ, നമ്മളത് അനുഭവിക്കുന്നുണ്ട് അല്ലെ. അതിനെയും നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മള് സ്വപ്നത്തിൽ കാണുന്ന ലോകം, സ്വപ്നത്തിൽ ഉറങ്ങുമ്പോൾ കണ്ട് എണീറ്റ് പേടിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക ഒക്കെ നമ്മൾ ചെയ്യാറില്ലേ? കാരണം ആ സ്വപ്നത്തിലുള്ള ഈ സട്ടിൽ മാറ്റർ, സൂക്ഷ്മമായിട്ടുള്ള മഹാഭൂതങ്ങൾ ആയിട്ട് എൻ്റെ പ്രപഞ്ചത്തിന്റെ ഒരു റിഫ്ലക്ഷൻ എൻ്റെ ഉള്ളിലിരിക്കുന്നു. അത് പോലും എനിക്ക് അനുഭവങ്ങളെ ഉണ്ടാക്കി തരുന്നുണ്ട്. അതുപോലും എനിക്ക് അനുഭവങ്ങളെ ഉണ്ടാക്കി തരുന്നുണ്ട് അല്ലെ. നമ്മൾ അങ്ങനെ ആലോചിക്കണം. അത് അനുഭവങ്ങൾ ഉണ്ടാക്കി തരാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? മേപ്പോട്ട് എടുത്ത് തരിക. ഈഗോ, ഇന്റലക്ട്, ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ലോകം. ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ലോകം, അതിന്റെ പ്രപഞ്ചത്തിന്റെ ശക്തികള്, ആ പ്രപഞ്ച ശക്തികളുടെ ബുദ്ധി, യൂണിവേഴ്സൽ ഇന്റലിജൻസ്, അത് എൻ്റെ ഉള്ളിലിരിക്കുന്നു. അതെനിക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കി തരും. പക്ഷെ അതെനിക്ക് ശരിക്കും അനുഭവങ്ങൾ ഉണ്ടാക്കി തരണമെങ്കിലോ ഈഗോയും കൂടി അതിലേക്ക് ചേരണം. ഇത് ഞാനാണെന്നുള്ള ബോധവും കൂടി ചേർന്ന് കഴിയുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ വച്ചിട്ടാണ് ഡിഫറൻസിയേഷൻ തുടങ്ങുന്നത്. അതായത് ഈഗോ എന്ന് പറയുന്ന സാധനം പിടിപ്പിക്കുമ്പോൾ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുക. അപ്പൊ അതുവരെയുള്ള സംഗതികളാണ് സത്യത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ അനുഭവങ്ങളെ ഉണ്ടാക്കി തരുന്നത്. അനുഭവങ്ങൾ ഉണ്ടാക്കി തരുന്നത് ആ ഈഗോയിന്റെ മുകളിലേക്ക് ഒന്നും ഇല്ലെങ്കിലോ എനിക്കൊരു അനുഭവം ഉണ്ടാവാൻ പോണില്ല. ആ അനുഭവങ്ങളെ എനിക്ക് ഉണ്ടാക്കി തരുന്നത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈഗോ ചേർത്ത് ഇന്റലക്ട്, മറ്റേ യൂണിവേഴ്സൽ ഇന്റലിജൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആ ഈഗോ എൻ്റെ ഉള്ളിലുള്ളതാണ്. അതുവരെ ഉള്ളത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇൻഡിവിജ്വലാണ്. പിന്നെ ആ ഈ ഈഗോ ആണ് നമുക്ക് ശക്തികളുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നത്. എന്താണ് ശക്തി? സാർവത്രിക ബുദ്ധി, യൂണിവേഴ്സൽ ഇന്റലിജൻസുമായിട്ട് എന്നെ കണക്ട് ചെയ്യുന്നു. അപ്പൊ മാത്രമേ എനിക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ അതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നതിന് മുമ്പ് അടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്താ അറിയോ? അത് അനുഭവിക്കാൻ. അപ്പൊ ഇപ്പൊ നമ്മൾ ക്ഷേത്രം എന്താണെന്ന് മനസ്സിലായി, ഈഗോ വരെയുള്ളത് ക്ഷേത്രം. അത് നമുക്ക് ഇനി അനുഭവങ്ങളെ ഉണ്ടാക്കി തരാനായിട്ട് നമുക്ക് ഈ പറയുന്ന താഴെയുള്ള എൻ്റെ ഈഗോയിസെൻട്രിക് ആയിട്ടുള്ള ഞാൻ, എൻ്റെ ഗ്രോസ് ഇന്റലക്റ്റിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുകളിലേക്കുള്ള സംഗതികളെ മനസ്സിലാക്കാൻ സാധിക്കൂ. അതായത് ഈ സാർവത്രിക ബുദ്ധി എന്ന് പറയുന്ന സാധനവുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ പ്രകാശിക്കണം. എങ്ങനെ പ്രകാശിക്കണം? അത് ഇനി അടുത്ത കുറച്ച് ചാപ്റ്ററിലേക്ക് അതാ പറയുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് നമ്മൾ ഇനി പഴയ ആ വേദാന്ത പഠനത്തിലൊക്കെ കണ്ട ഒരു പിക്ചർ കാണിക്കാം. എൻ്റെ മൈൻഡിന്റെ ഉള്ളിലുള്ള എൻ്റെ തോട്ട്സ്, സട്ടിൽ മാറ്റർ, പെർവൈഡിങ് ഓൾ മാറ്റർ, അത് പാമ്പിനെ കണ്ടപ്പോൾ ആ പാമ്പ് ഇനി ഞാൻ എൻ്റെ ഫിസിക്കൽ ഒബ്ജക്ട്സിന്റെ മുകളിലേക്ക് അങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു. രജുസർപ്പവാദം ഓർമ്മയുണ്ടല്ലോ അല്ലെ? ദാറ്റ് ഈസ് ഹൗ വി തിങ്ക്. അങ്ങനെയാണ് നമ്മൾ കാണുക. പുറമേയുള്ള ലോകത്തിനെ ഞാൻ എൻ്റെ ഉള്ളിലത്തെ ലോകവുമായിട്ട്, എൻ്റെ ഉള്ളിലത്തെ ലോകത്തിനെ ഞാൻ എൻ്റെ എൻ്റെ ഉള്ളിലത്തെ ലോകത്തിനെ, പാമ്പ്, ആ പാമ്പിനെ ഞാൻ പുറമേയുള്ള ഫിസിക്കൽ ലോകത്തിൽ കയറിന്റെ മുകളിലേക്ക് അങ്ങോട്ട് പ്രകാശിക്കും. അപ്പൊ അവിടെ എന്താ കാണുന്നത് ഞാൻ? എന്നിട്ട് എൻ്റെ അനുഭവം ഉണ്ടാവുകയാണ്. എന്താണ് എൻ്റെ അനുഭവം? മൈ എക്സ്പീരിയൻസ് ഈസ് വൺ ഓഫ് സ്നേക്ക്.
എന്ന് പറയുന്ന. അപ്പൊ അതിന് തന്നെ അനുഭവങ്ങൾ ഉണ്ടായി, പേടി, ഓട്ടം, വിശർപ്പ്, ആൻസൈറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെല്ലാം അനുഭവങ്ങളാക്കി മാറ്റുകയാണ് ഇതിന് ചെയ്യുന്നത്. അതായത് ഈഗോ അവിടുന്ന് അതിനെ പിടിച്ചെടുത്തിട്ട് പിന്നെ നമുക്കുള്ള അനുഭവ ശക്തികൾ ഉണ്ടാക്കി തരാനായിട്ട്, ഈ അനുഭവ ശക്തി എനിക്ക് എങ്ങനെ ഉണ്ടായി, അത് പ്രപഞ്ച ശക്തികളിൽ നിന്നുണ്ടായതാണ്. ഓക്കെ, അതാണ് ഇനി അടുത്ത പാർട്ടിലേക്ക് പറയുന്നു. അതിന്റെ ഇടയിലുള്ള ഒരു പോർഷനിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറയുന്നുണ്ട്. അതാണ് എന്താണെന്ന് വെച്ചാല് വെർച്യൂസ്. ഈ പറയുന്ന പ്രപഞ്ച ശക്തികളെ, യൂണിവേഴ്സൽ ഇന്റലിജൻസിനെ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ, വിച്ച് ഈസ് വാട്ട് ഈസ് ക്രിയേറ്റിംഗ് മൈ എക്സ്പീരിയൻസസ്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരുന്ന ശക്തി, അതിനെ അറിയുവാനായിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി 8 മുതൽ 12 വരെയുള്ള 5 ശ്ലോകങ്ങൾ. അപ്പൊ അത് ഞാൻ ലിസ്റ്റ് ചെയ്യാം. എന്തൊക്കെയാണ്? ഹ്യൂമിലിറ്റി, മോഡസ്റ്റി, ഇന്നസെൻസ്, പേഷ്യൻസ്, അപ്രൈറ്റ്നസ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. അങ്ങനെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈഗോയിസം, ആബ്സെൻസ് ഓഫ് ഈഗോയിസം, പെർസെപ്ഷൻ ഓഫ് ഈവിൾ ഇൻ ബർത്ത്, നോൺ അറ്റാച്ച്മെന്റ്, ഇക്വാനിമിറ്റി, നോളജ്, ഫിസിക്കൽ നോളജ് ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അങ്ങനത്തെയുള്ള നോളജ്, ജ്ഞാനം ഒക്കെ നമുക്ക് റിയൽ ആയിട്ടുള്ള നോളജുകൾ ഉണ്ടാവണം. അങ്ങനെ പല ക്യാരക്ടറിസ്റ്റിക്കോടെ ചേർന്നിട്ടുള്ളതാണ് 8 മുതൽ 12 വരെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അതിനെയാണ് ഈ പറയുന്ന പ്രപഞ്ച ശക്തികൾ, എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള ശക്തിയായി ഇരിക്കുന്ന ഈ ശക്തികൾ ഏതൊക്കെയാണ്, അതിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നതും. അത് ഇനി നമുക്ക് മനസ്സിലാക്കാം. ആ ക്ഷേത്രജ്ഞനെ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ എനിക്കുണ്ടാവേണ്ടതായിട്ടുള്ള എൻ്റെ മനസ്സിൽ, അതായത് എനിക്ക് ഈ പറയുന്ന ഹെയ്റ്റ്രഡ്, ഡിസയർ, ഹെയ്റ്റ്രഡ്, പ്ലഷർ, പെയിൻ, ഈ സാധനങ്ങളെ മോഡിഫൈ ചെയ്യാൻ പറ്റണം. എനിക്ക് ഡിസയർ, ഹെയ്റ്റ്രഡ്, പ്ലഷർ ആൻഡ് പെയിനെയൊക്കെ മോഡിഫൈ ചെയ്ത് ക്ഷേത്രജ്ഞൻ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രജ്ഞനെ എനിക്ക് ശരിക്കും ബോധത്തോടുകൂടി എൻ്റെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് അത് എൻ്റെ ജീവിതത്തിന്റെ മാർഗമായി, ജ്ഞാനമായിട്ടും ആ ജീവിതത്തിന്റെ മാർഗമായിട്ടും മാറ്റുവാൻ ആ ശക്തിയെ എനിക്ക് സാധിക്കണമെങ്കിൽ എനിക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള, എൻ്റെ മനസ്സിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ, ഡിസയർ, ഹേറ്റ്രഡ്, പ്ലഷർ, പെയിനെ എനിക്ക് മാറ്റിയെടുക്കണം. എങ്ങനെ മാറ്റിയെടുക്കും? ഹ്യൂമിലിറ്റി, മോഡസ്റ്റി, innocence, patience, uprightness, service to the teacher, purity, steadfastness, self-control, and absence of attachment for objects and the senses, and absence of egoism, perception of evil in birth and death, etc., നോൺ അറ്റാച്ച്മെന്റ്, അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഒക്കെ ആക്കി മാറ്റിയിട്ട് എനിക്ക് മാറ്റണം. അങ്ങനെ അതാണ് അപ്പോൾ ക്ഷേത്രജ്ഞനെ അറിയേണ്ടതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ക്ഷേത്രജ്ഞൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ, അനുഭവിക്കാൻ പറ്റും ക്ഷേത്രജ്ഞൻ. ആ ക്ഷേത്രജ്ഞനെ അനുഭവിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്ന 5 ശ്ലോകങ്ങളിൽ പിന്നീട് പറഞ്ഞത്. അപ്പൊ അത് ഇറ്റ് ഈസ് പ്യുവർലി എ ലിസ്റ്റ് ഓഫ് ക്വാളിറ്റീസ് ഓഫ് ദ മൈൻഡ് that will transform desire, hatred and pain. അതാണ് ഫണ്ടമെന്റൽ ആയിട്ട് എൻ്റെ മനസ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതൊക്കെ അതിനെ മാറ്റി, അതിനെ രൂപപ്പെടുത്തി, അത് പല വിധത്തിൽ, ഡിസയർ എനിക്ക് പല വിധത്തിൽ രൂപപ്പെടുത്താം അല്ലെ. ഡിസയറിനെ എനിക്ക് ആത്മതത്വം എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ടുള്ള ആവാം. അതല്ലെങ്കിലോ എനിക്ക് ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളുമായിട്ട് സുഖിച്ച് രമിച്ച് കഴിയുവാനായിട്ടുള്ള ഇഷ്ടങ്ങളാക്കി മാറ്റാം. ഡിസയർ 2 വിധത്തിലാണ്. അപ്പൊ ആ ഡിസയറിനെ മോഡിഫൈ ചെയ്യണം. ഡിസയറിനെ മോഡിഫൈ ചെയ്തിട്ട് എനിക്ക് ഈ പറയുന്ന ഞാൻ തന്നെയാണ് ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള രൂപം എന്ന് എൻ്റെ ബോധത്തിലേക്ക് ഉണ്ടാക്കി തരാനായിട്ടുള്ള ജ്ഞാനം, അത് മാറ്റാം. ആ ജ്ഞാനത്തിന് വേണ്ടതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇനിയിപ്പോ നമ്മൾ ആ ക്ഷേത്രജ്ഞനായിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന സെൽഫ്, എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ക്ഷേത്രജ്ഞനാവുന്നു ആ ക്ഷേത്രജ്ഞന്റെ ക്യാരക്ടർ. ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറയുന്നത് 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളാണ്. യു ഷുഡ് നോ ദാറ്റ് പവർ വിത്ത് വിച്ച് വൺ അറ്റൈൻസ് ഇമ്മോർട്ടൽ ബിഗിനിംഗ്ലെസ്നെസ്. അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇൻഫിനിറ്റ്, ആ ഇൻഫിനിറ്റ് സെൽഫ് വിച്ച് ഈസ് നീദർ എക്സിസ്റ്റൻസ് നോർ നോൺ എക്സിസ്റ്റൻസ്, ഒന്നും അല്ലാത്ത ഇൻഫിനിറ്റിനെ പറ്റി മനസ്സിലാക്കാൻ ആയിട്ട് എനിക്ക് സാധിക്കുന്ന, എനിക്ക് പറഞ്ഞു തരുന്നത് അതെന്തൊക്കെയാണ് എന്ന് പറയുകയാണ്. ആ പവറുകൾ എന്തൊക്കെയാണ്? യൂണിവേഴ്സൽ ഇന്റലിജൻസിലുള്ള പവറുകൾ. അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അത് ഞാൻ അതിന്റെ ആ ശ്ലോകത്തിലുള്ളത് വായിക്കാം. ദ പവേഴ്സ് ഓഫ് ലോക്കോമോഷൻ ആൻഡ് ദ സെൻസസ് എക്സിസ്റ്റ് എവരിവെയർ. ഞാൻ നടക്കുക എന്ന് വിചാരിക്കുക. നടക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫിസിക്കൽ എനർജി ഉണ്ടാക്കിയെടുക്കണ്ടേ. അതുപോലെ ഞാൻ മണക്കുക, കാണുക എന്നൊക്കെ പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണാനും, മൂക്കുകൊണ്ട് മണക്കാനും, നാവ് കൊണ്ട് രസിക്കാനും, രസിക്കുക, മണക്കുക, കാണുക, രസിക്കുക, മണക്കുക, കാണുക. ജ്ഞാനേന്ദ്രിയങ്ങൾ ഭക്ഷണം ചെയ്യണമെങ്കിൽ
അതിനൊരു ശക്തി വേണം. അപ്പൊ നമ്മളൊന്ന് ശരിക്കും ഒന്ന് സയന്റിഫിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാണുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം. കണ്ണിന്റെ കാണുക എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഉള്ളിലേക്ക് കയറി റെറ്റിനയിൽ വീണ്, അപ്പൊ റെറ്റിനയിൽ ഫിസിക്കലായിട്ട് വീണ് ആ ലൈറ്റിനെ ഫസ്റ്റ് അവിടെ നിന്ന് ലൈറ്റിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു എനർജി ആയിട്ട്. അത് പൾസ് ചെയ്ത് നെർവ് ഇമ്പൾസസ് ആക്കി മാറ്റി, ഓപ്റ്റിക് നെർവ്സിനെ എക്സൈറ്റ് ചെയ്യുന്ന ഇമ്പൾസസ് ആക്കി മാറ്റി ഓപ്റ്റിക് സെന്ററിൽ, നെർവ് സെന്ററിൽ പോയിട്ട് പതിക്കും. ജ്ഞാനേന്ദ്രിയത്തിൽ ഓപ്റ്റിക് സെന്ററിൽ അവിടെ പതിക്കുമ്പോൾ അവിടെ കുറേ ന്യൂറോൺസ് ഇങ്ങനെ എക്സൈറ്റഡ് ആവും. എന്നിട്ട് അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസ് ഉണ്ടാവുകയാണ്, പൾസിങ് ഉണ്ടാവുകയാണ് അതിന്റെ ഡെഡ് റേറ്റിൽ കൂടെയും അങ്ങനത്തെ. എന്നിട്ട് അപ്പൊ അത് പിന്നെ വേറൊരു സംഗതികൾ സംഭവിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ എക്സൈറ്റ്സ് നമ്മുടെ മെമ്മറി എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെമ്മറിയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് അവിടെ ചേർക്കും. അങ്ങനെയാണ് മറ്റേ ഈ പറഞ്ഞ മാതിരി എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ഫിസിക്കലായിട്ട് കണ്ട സാധനവുമായിട്ട് ചേർക്കുന്നത്. എന്നിട്ട് അപ്പൊ എനർജി ഇമ്പൾസസ് ആക്കി മാറ്റിയിട്ടാണ് പിന്നീട് എന്താ ചെയ്യുക, പിന്നെ അത് ഈ നമ്മുടെ തോട്ട് കപ്പാസിറ്റി അനുസരിച്ച് ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മൾ അതിനെ അപ്പൊ ആ ഡീറ്റെയിൽസിലേക്ക് ഇപ്പൊ നമ്മൾ കിടക്കുമ്പോൾ നമ്മളതിനെ പല 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 വിധത്തിലുള്ള ഭാവങ്ങളും രൂപങ്ങളും ഭാവങ്ങളും അതിന്റെ ജഡ്ജ്മെന്റും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ കുറെ ന്യൂറോൺസിനെ എക്സൈറ്റ് ചെയ്ത് എന്റെ മോട്ടോർസ് കൺട്രോൾ സെന്റേഴ്സിലേക്ക് അഫക്ട് ചെയ്ത് എന്റെ മോട്ടോർ ന്യൂറോൺസിനെ എക്സൈറ്റഡ് ആക്കി ആ മോട്ടോർ ന്യൂറോൺസ് നേരെ തന്നെ എന്റെ നാവിനെ കൊണ്ടായിട്ട് സംസാരിപ്പിക്കുകയോ കൈ കൊണ്ടോ കാലുകൊണ്ടോ ഒക്കെ ആയിട്ട്, അതായത് സ്പീക്കിംഗ്, ഹോൾഡിങ്, ഗ്രിപ്പിംഗ്, മൂവിങ്, പ്രോക്രിയേറ്റിംഗ് ആൻഡ് എക്സ്ക്രീറ്റിംഗ് എന്ന് പറയുന്ന സെൻസ് ആക്ഷൻ ഓർഗൻസിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ദിസ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പൊ കണ്ണിൽ നിന്ന് നമ്മൾ കാണുന്ന സംഗതികളെ നമ്മൾ എങ്ങനെയാണ് ഉള്ളിലേക്ക് എടുത്തിട്ട് ഈ പറയുന്ന സിഗ്നൽസ് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്നിട്ട് എന്നെ കൊണ്ട് നടത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എന്റെ ഉള്ളിലെല്ലാം പൾസിങ് ആണ്. നെർവ് ഇമ്പൾസസ് മസിൽസിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് നടത്തിപ്പിക്കുന്നു. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് ഓൾ നെർവ് ഇമ്പൾസസ്. ഈ ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾ ഇലക്ട്രോമാഗ്നറ്റിക്കും ഇലക്ട്രോകെമിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡുകളൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ കെമിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഹൗ ഇറ്റ് ഷുഡ് വർക്ക് എവിടെ നിന്നുണ്ടായി? നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ അതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓർഡറിൽ വർക്ക് ചെയ്യണം. ആ ഓർഡർ എന്ന് പറയുന്നത് നേരെ ഈ പറയുന്ന ഫോഴ്സസ് ആക്കി മാറി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിലുണ്ട്. ഇതെല്ലാം യൂണിവേഴ്സിൽ നിന്ന് ഞാൻ എടുത്തതാണ്. എന്നിട്ട് അതിനെ മെറ്റബോളിസവും മറ്റേ കൺവേർഷൻ ഓഫ് എനർജി ഇൻ ടു ഫിസിക്കൽ ഫോഴ്സസ് ഫിനോമിനൽ തിങ്സ് ഇൻ ടു എ ടി പി ആയിട്ട് മാറ്റി എനർജി ആക്കി മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ഫോഴ്സസ് ഓഫ് ലോക്കോമോഷൻ, ദ പവേഴ്സ് ഓഫ് ലോക്കോമോഷൻ ആൻഡ് ദ സെൻസസ് എക്സിസ്റ്റ് എവരിവെയർ. അപ്പൊ എന്റെ സെൻസസിന് പവർ നൽകുന്നതായിട്ടുള്ള ആ ശക്തി, എന്റെ കണ്ണിനെ കാണാനായിട്ട് നൽകുന്ന ആ ശക്തി, മനസ്സിന് ഇതിനെ പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള ശക്തി, ഇതൊക്കെ എല്ലാം നത്തിങ് ബട്ട് റൂട്ട് ലെവലിലെല്ലാം നെർവ് ഇമ്പൾസസും ന്യൂറോണൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിന്റെ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് എവിടുന്ന ഉണ്ടായത്? ഇറ്റ് ഈസ് ഓൾ ഫ്രം ദിസ് യൂണിവേഴ്സൽ എനർജീസ് അല്ലെ. ആ യൂണിവേഴ്സൽ എനർജി അതാണ് ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് എവരിവെയർ എന്ന് പറയുന്നത്. സോ മൈ പവേഴ്സ് ഓഫ് ലോക്കോമോഷൻ ആൻഡ് ദ പവേഴ്സ് ഓഫ് സെൻസസ് എക്സിസ്റ്റ് എവരിവെയർ ആസ് ആബ്സ്ട്രാക്ട് ഫോഴ്സസ്. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള രസന ശക്തിയായിട്ട് അല്ല ഇരിക്കുന്നത്. രസനശക്തിയായിട്ട് എന്റെ മൂക്കിന്റെ സെൻസസ് അല്ല, നാവിന്റെ സെൻസസിലൂടെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ രസനശക്തി ആവുന്നുള്ളൂ. അതുവരെ അത് നാവുമായിട്ട് ചേരുമ്പോൾ മാത്രം. അല്ലെങ്കിലോ ഇറ്റ് ഈസ് ദാറ്റ് പവർ വിച്ച് എക്സിസ്റ്റ് എവരിവെയർ, ദാറ്റ് എൻലിവൻസ് ടു ഗിവ് മീ പവർ. ഹാൻഡ്സ്, ഫീറ്റ്, കർമ്മേന്ദ്രിയങ്ങൾക്ക് ശക്തി നൽകുന്നതായിട്ടുള്ള ശക്തിയായി മാറുന്നു. ദ അബ്സ്ട്രാക്ട് ഫോഴ്സസ് ഷൈൻ ത്രൂ ദ ഫങ്ഷൻസ് ഓഫ് ദ സെൻസസ്. എന്റെ സെൻസസിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഈ എനർജികളൊക്കെ. ബട്ട് യെറ്റ് എക്സിസ്റ്റ് വിത്തൗട്ട് ദ സെൻസസ്. സെൻസസ് ഇല്ലെങ്കിലും ആ ശക്തികളുണ്ട്. ആ ശക്തികൾ സെൻസസിലൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് രസനമായി മാറുന്നു, പ്രാണമായി മാറുന്നു എന്ന് മാത്രം. ഇറ്റ് ഈസ് അൺഅറ്റാച്ച്ഡ് ടു ദ സെൻസസ്. ഈ എനർജീസ് യൂണിവേഴ്സൽ എനർജീസ് ആർ നോട്ട് അറ്റാച്ച്ഡ് ടു മൈ സ്പെസിഫിക് സെൻസസ്. ഇറ്റ് ഈസ് വർക്കിംഗ് ത്രൂ ദം ബട്ട് സപ്പോർട്ട്സ് ഇറ്റ്സ് ഓൾ. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നു. ഇറ്റ് ഈസ് ഡിവോയിഡ് ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ദ സെൻസസ്. സെൻസസിന്റെ ക്വാളിറ്റീസ് കേൾക്കാനായിട്ടുള്ള ശക്തി മാത്രമായിട്ടല്ല ഇരിക്കുന്നത്, അല്ലെങ്കിൽ രസിക്കാനായിട്ടുള്ള രസന ശക്തിയായിട്ട് മാത്രമല്ല ഇരിക്കുന്നത്. അത് ജനറൽ ആയിട്ടുള്ള ഒരു ശക്തിയാണ്. ആ ശക്തി പക്ഷെ എന്റെ സെൻസിൽ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത് ഓരോ രൂപത്തിലായി മാറുന്നു. വിത്തൗട്ട് ആൻഡ് വിത്തിൻ ഓൾ ബീയിങ്സ്. എന്റെ ഉള്ളിലും അത് ഇരിക്കുന്നു എനർജി ആയിട്ട്, എന്റെ പുറത്തും പുറമേയുള്ള ലോകത്തിലും അത് ഇരിക്കുന്നുണ്ട്.
അൺമൂവിങ് ആയിട്ട് പുറമേയുള്ള ലോകത്തിൽ അത് എല്ലായിടത്തും ഉണ്ട്, നിറഞ്ഞു നിൽക്കുകയാണ് ആസ് ഇൻഫിനിറ്റ്. ബട്ട് മൂവിങ് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴോ ഈ എല്ലായിടത്തും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള എനർജി, ആ ശക്തി ഈ എൻ്റെ ഉള്ളില് പ്രവർത്തിക്കുമ്പോൾ, എൻ്റെ നടക്കാനായിട്ടുള്ള ശക്തിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ ശക്തി നടക്കുന്നതായിട്ട് തോന്നുന്നു. ആ ശക്തി ഒരു വിധത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലാത്ത ശക്തി എൻ്റെ നാവിന്റെ ഉള്ളിലൂടെ രസനേന്ദ്രിയത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ അത് എനിക്ക് രുചിയായിട്ട് മാറുന്നു. അങ്ങനെ പല വിധത്തിലുള്ള കൺവേർട്ടഡ് ആയിട്ട് മാറും. ഇറ്റ് ഈസ് വിത്തിൻ ആൻഡ് വിത്തൗട്ട് മീ. എന്നിൻ്റെ ഉള്ളിലും എൻ്റെ പുറത്തും നിറഞ്ഞു നിന്ന് അത് എന്നെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഫങ്ഷൻസ് ആസ് വെൽ ആസ് നിയർ ആൻഡ് അറ്റ് ഫാർ. എൻ്റെ അടുത്തു നിന്നും എൻ്റെ പുറത്തു നിന്നും അത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശക്തികളൊക്കെ സ്പേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് അടുത്താണ്, അല്ലെങ്കിൽ എൻ്റെ കൈ ഇവിടെ എൻ്റെ അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് സ്പേഷ്യൽ അവയർനെസ് ഉണ്ടാക്കി തരുന്നു എന്ന് മാത്രം. സ്പേഷ്യൽ അവയർനെസ് ഉണ്ടാക്കി തരുന്ന ശക്തി എൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അണച്ചാൽ എന്ന് പറയുമ്പോൾ, അണക്കണം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക, എൻ്റെ കൈ അവിടേക്ക് പോകും. കാരണം സ്പേസിനെ പറ്റി എനിക്ക് ഒരു ബോധം ഉണ്ടായി. ഞാൻ നേരെ വെച്ചാൽ അവിടെയാണ്, ആ വോളിന്റെ പുറത്താണെങ്കിൽ സ്വിച്ചെങ്കിലോ എനിക്കറിയാം ഞാൻ എണീറ്റ് അവിടേക്ക് പോകണമെന്ന്. സ്പേസ് അവയർനെസ് ഉണ്ടാക്കി തരുന്നു. അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഈ സ്പേസും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണത്. അത് എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് എന്നെ കൊണ്ട് സ്പേസിന്റെ അവയർനെസ് ഉണ്ടാക്കിയിട്ട് എന്നെ ഒരു പ്രത്യേക വ്യക്തിയാക്കി മാറ്റി എന്നെ കൊണ്ട് ഇവിടുന്ന് അവിടേക്ക് നടത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി എൻ്റെ ഉള്ളിലുള്ള ശക്തിയാണ്. അത് പുറമേയും ഉണ്ട് ആ ശക്തി, അല്ലേ? സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അത് ഓഫ് ചെയ്യാൻ പറ്റണം ശക്തി, പക്ഷെ അത് പറ്റില്ല. എൻ്റെ ഫിസിക്കൽ ഇതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ആ ഫിസിക്കൽ ആക്ഷൻ ഓർഗൻസിലൂടെ മാത്രമേ അതിന് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, ചെയ്യിപ്പിക്കുള്ളൂ. നമുക്കൊരു ഐഡന്റിറ്റി, ഈഗോ ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. ബീയിങ് ഇൻഫിനിറ്റ്, ഇറ്റ് ഈസ് അൺഡിവൈഡഡ്. അപ്പൊ ആ പുറമേയുള്ള സാധനം എന്താണ്? ഈ എനർജി എന്ന് പറയുന്നത് ബീയിങ് ഇൻഫിനിറ്റ്. അത് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സാധനത്തിൽ ഇൻഫിനിറ്റിൽ നിന്ന് വന്നതാണ്. ഇറ്റ് ഈസ് അൺഡിവൈഡഡ്. It is in unmoving. It is everywhere. It appears divided because we actually are connecting it with my ego, and we are limiting it by space, and therefore we are doing all these things. It is known as that universal energy is the supporter of all beings. എല്ലാവർക്കും ഒരേ ശക്തിയാണ്. ഇപ്പൊ ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന ഈ ശക്തികൾ എൻ്റെ കണ്ണിനും മൂക്കിനും ചെവിക്കും തൊലിക്കും ഒക്കെ തരുന്ന ആ ശക്തികൾ, ആനന്ദ്ജിക്ക് ബാംഗ്ലൂരിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ഇതേ സംഗതികൾ, ഇതെല്ലാം തരുന്നത് ആരാണ്? ഒരൊറ്റ ശക്തിയാണ്. That's the same force. It is everywhere. The same force is in Sharjah. The same force is in Dubai. It is in Kerala. It is in Bangalore. It is in India, Delhi, everywhere. എല്ലായിടത്തും ഒരേ ശക്തി അൺഡിവൈഡഡ് ആയിട്ടിരിക്കുകയാണ്. അതിനെ എടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓരോരുത്തർ ഡിവൈഡ് ചെയ്ത് എൻ്റെ കഴിവ്, എൻ്റെ നാക്കിന്റെ കഴിവ്, എൻ്റെ മൂക്കിന്റെ കഴിവ്, എൻ്റെ മൂക്കിന്റെ കഴിവെന്നല്ല, എൻ്റെ മൂക്കിന്റെ ശക്തി എന്ന് പറയുന്നതായിരിക്കും അല്ലേ. കഴിവ് ശരിയാണ്, എൻ്റെ നാക്കിന്റെ കഴിവ്. പക്ഷെ എൻ്റെ നാക്കിന്റെ ശക്തി അത് മാറി. എൻ്റെ നാക്കിന്റെ കഴിവൊന്ന്, എൻ്റെ നാക്കിന്റെ ശക്തി അതെല്ലായിടത്തും നിൽക്കുന്നു. എൻ്റെ നാക്കിന്റെ ശക്തി, എൻ്റെ ബുദ്ധിയുടെ ശക്തി, എൻ്റെ മനസ്സിന്റെ ശക്തി എല്ലാം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അൺഡിവൈഡഡ് ആയിട്ടുള്ള ഇൻഫിനിറ്റ്യൂഡിൽ നിന്ന് വന്നിരിക്കുന്ന ശക്തിയാണ്. ഇറ്റ് ഈസ് ബിയോണ്ട് ഡാർക്ക്നെസ്. അത് നമ്മളിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് സൂര്യൻ നമ്മുടെ ഭൂമിയുടെ മറ്റേ സ്ഥലത്ത് പോകുമ്പോൾ ഇവിടെയൊക്കെ ഇരുട്ടാവുന്നു. അപ്പൊ ഞാൻ ഇരുട്ടിലാണെന്ന് പറയുന്ന ആ ശക്തി അവിടെ അൺഡിവൈഡഡ് ആയിട്ടുള്ള ഒരു ശക്തിയാണ്. അതിന് വേറൊരു ശക്തി അവിടെ അപ്പുറത്ത് വെളിച്ചം അപ്പോഴും ഉണ്ട്. എല്ലായിടത്തും എപ്പോഴും വെളിച്ചം മാത്രമായിട്ടുള്ള ശക്തിയാണത്. അതിന് നമുക്ക് ഒരു വിധത്തിൽ ഇരുട്ടിലാക്കാൻ പറ്റില്ല. ദ ലൈറ്റ് ഓഫ് ഓൾ ലൈറ്റ്സ് ഇസ് ദ പവർ ഓഫ് നോളജ്. ഈ ജ്ഞാനശക്തി എൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള ജ്ഞാനത്തിനെ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള എൻ്റെ സട്ടിൽ ഇന്റലക്ട് ആണത്. Which is the power that is invoking my cortical areas so that I will be able to decide, judge, interpret, memorize, and all those things can be done inside this body. അങ്ങനെ തരുന്നതായിട്ടുള്ള ലൈറ്റ് ഓഫ് ഓൾ ലൈറ്റ്, ദ നോളജ് ഓഫ് ഓൾ നോളജ്, or knowable, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഇത് പേനയാണെന്നും, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് മാത്തമെറ്റിക്കൽ കോൺസെപ്റ്റ് പൈതഗോറസ് തിയറമാണെന്നും, അല്ലെങ്കിൽ ഇത് ന്യൂക്ലിയർ ഫിസിക്സിന്റെ കോൺസെപ്റ്റുകൾ, ഇതൊക്കെ കോൺസെപ്റ്റുകൾ ഫിസിക്കലായിട്ടുള്ള ഒബ്ജക്റ്റിലേക്ക് മനസ്സിലാക്കി തരാനായിട്ടുള്ള ശക്തിയായിട്ടും, ആസ് മെമ്മറി, എൻ്റെ ഓർമ്മശക്തി, മറവിയുടെ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും വേറെ വിധത്തിൽ റോങ് ഫയർ. മെമ്മറി, ഫോർഗെറ്റ്ഫുൾനെസ്, പവർ ടു ഇൻഫർ, ജഡ്ജ്, മേക്ക് ജഡ്ജ്മെന്റ്സ്, പവർ ടു ഡൈജസ്റ്റ്. ഇനിയിപ്പോ അടുത്ത 13 കഴിഞ്ഞ് 14 കഴിഞ്ഞ് 15 എത്തുമ്പോൾ അതൊന്നും കൂടെ പറയുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ വൈശ്വാനരനായിട്ടിരിക്കുന്ന ശക്തി. ആൻഡ് ദ പവർ ടു നറിഷ്. എനിക്ക് എൻ്റെ
സകല വിധത്തിൽ എന്നെ വളർത്തി വലുതാക്കി ഈ പറയുന്ന മനസ്സിന്റെയും ബുദ്ധിയുടെയും വികാസങ്ങളും ശക്തിയും ഒക്കെ ആക്കി തരാനായിട്ടുള്ള ശക്തി, നറിഷിംഗ് പവറായിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തി ആയിട്ടിരിക്കുന്ന ആ ശക്തി എൻ്റെ ഉള്ളിൽ ഈഗോവുമായിട്ട് ചേർന്നിരുന്നു കൊണ്ട് എൻ്റെ ക്ഷേത്രജ്ഞനായി മാറുന്നു. അപ്പൊ ക്ഷേത്രജ്ഞനാവുന്നത് ഈ ക്ഷേത്രം എന്താണ് എന്ന് എനിക്ക് ബോധം ഉണ്ടാക്കി തരുന്ന ഒരു ശക്തി ആയി മാറുന്നത്. അത് ഈഗോവും ആ ബോഡിയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാലോ ഇൻഫിനിറ്റ്, അബ്സല്യൂട്ട്ലി നോ ക്യാരക്ടറിസ്റ്റിക്സ്. But when it gets into tied to this intellect and ego, that becomes what is called as kshetrajna, which gives me the experiences of this physical world. ക്ഷേത്രജ്ഞനായിട്ട് മാറുന്നു. ആ ക്ഷേത്രജ്ഞനെ ശരിയായ വിധത്തിൽ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നേരത്തെ പറഞ്ഞത്. അത് ഈ പറയുന്നത്, അതായത് ഹ്യൂമിലിറ്റി, മോഡസ്റ്റി. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഹ്യൂമിലിറ്റി, മോഡസ്റ്റി, ഇന്നസെന്റ്, പേഷ്യൻസ്, അപ്രൈറ്റ്നസ്, പ്യൂരിറ്റി, സെൽഫ് കൺട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറ്റുക? I will exist, coexist and co-evolve. I will have the capacity. I will make my body, mind and intellect coexist and co-evolve. കാരണം ആ ശക്തികളെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് I will start coexisting and co-evolving. അപ്പോഴെന്താ പറ്റുക? അപ്പോഴാണ് എനിക്ക് മറ്റതൊക്കെ ഉണ്ടാവുക. എന്താ ഉണ്ടാവുക? അതായത് യജ്ഞത്യാഗ സമർപ്പണ പ്രസാദ ഭാവങ്ങൾ ഉണ്ടാവും എൻ്റെ മനസ്സിൽ. യജ്ഞത്യാഗ സമർപ്പണ പ്രസാദ ഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. എൻ്റെ ഉള്ളില് കർമ്മണ്യേവാധികാരസ്ഥേ മാ ബലേഷു കഥാജനാഹ എന്ന് പറയുന്ന ആ റൂള് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ശക്തിയായി മാറുന്നു. അതായത് ജോയ്സ് ഓഫ് ദ ഇന്നർ സെൽഫ് അനുഭവിക്കാനായിട്ടുള്ള മോട്ടിവേഷൻ എൻ്റെ മനസ്സിനുള്ളിൽ വരുന്നു. ആ മോട്ടിവേഷൻ ആവുന്നു, ആ ആറ്റിറ്റ്യൂഡ് ആവുന്നു. എൻ്റെ ഉള്ളിലെ ക്രിയേറ്റീവ്, പ്രൊഡക്റ്റീവ്, എൻറിച്ചിങ് ആൻഡ് ആയിട്ടുള്ള ആ ശക്തികളാവുന്നു. ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറയുന്ന ശക്തികളായിട്ട് ഭവിക്കുന്നു. അങ്ങനെ എൻ്റെ ഉള്ളില് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമായിട്ട്, ഡ്യൂട്ടിക്ക് അനുസൃതമായിട്ട്, റൈറ്റ്, ധാർമ്മികമായിട്ട് പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നു. കർമ്മ സന്യാസിയാക്കി മാറ്റുന്നു. അങ്ങനെ എൻ്റെ മനസ്സിനെ ഈ പറയുന്ന പ്രപഞ്ച ശക്തികൾ ആയിട്ട് ലയിപ്പിച്ച് ഈ പറയുന്ന എൻ്റെ ഈഗോസെൻട്രിക് ആയിട്ടുള്ള ലോകത്തില്, സെൽഫിഷ് ആയിട്ടുള്ള ലോകത്തിൽ പ്രവർത്തിക്കാണ്ട് ഇരുന്ന് മാറ്റി എൻ്റെ മനസ്സിനെ ഫോക്കസ് ചെയ്ത് ദുഃഖ സംയോഗത്തിൽ നിന്ന് വിയോജിപ്പിച്ചുകൊണ്ട്, അതായത് ധ്യാന നിരതനായിട്ട്, മൈൻഡ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട്, ധ്യാന യോഗിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നു. അതാണ് കർമ്മത്തിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ജ്ഞാനത്തിനെ ഞാൻ കാണേണ്ടതിന്റെ അർത്ഥം. കർമ്മയോഗം വഴി നമ്മൾ കണ്ടത് എന്താണ്? ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യലാണ് കണ്ടത്. അപ്പോ നമ്മൾ കർമ്മയോഗിയായി. പിന്നീടോ ഈ പറയുന്ന ശക്തികളെ എനിക്ക് മനസ്സിലാക്കി തരാനായിട്ടുള്ള, അതിനോട് എനിക്ക് പ്രേമം ഉണ്ടാവണം, ഞാൻ ഇതാണെന്ന് മനസ്സിലാവണം. അതിനെന്താ വേണ്ടത്? ഐ ആം യൂണിവേഴ്സൽ. ഇപ്പൊ കണ്ടില്ലേ, ഐ ആം യൂണിവേഴ്സൽ എന്ന് മനസ്സിലായില്ലേ? ആൻഡ് വൈ? ബിക്കോസ് ഐ എം ഇൻഫിനിറ്റ്. ആ ഇൻഫിനിറ്റ് തന്നെയാണ് യൂണിവേഴ്സ് ആയത്. ആ യൂണിവേഴ്സ് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാനും. ആ യൂണിവേഴ്സൽ ശക്തികളാണ് എന്നോട് പ്രവർത്തിക്കുന്നത് ത്രൂ ലോക്കോമോഷൻ, സെൻസിങ് ആൻഡ് ഓൾ ദോസ് തിങ്. എൻ്റെ സെൻസസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി മാറി എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. ഇത് ശരിക്കും മനസ്സിലാക്കാനായിട്ടുള്ള എൻ്റെ ബോധം ആണ് ഈ പറയുന്ന മോഡസ്റ്റി, ഇന്നസെൻസ്, അപ്രൈറ്റ്നസ്, അൺസെൽഫിഷ്നെസ്, സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്ന ശക്തിയായിട്ട് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഈ പറയുന്ന ആത്മശക്തിയോട് എനിക്ക് സ്നേഹമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ശരിയായിട്ടുള്ള അതാണ് ഇൻസ്പിരേഷൻ, അതാണ് ഭക്തി. അതാണ് രണ്ടാമത്തെ 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളില് ഭക്തിപദം ആയിട്ട് പറഞ്ഞു തന്നു. ഇത് രണ്ടും ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? അതാണ് ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ഇത് തന്നെയാണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഈ പറയുന്ന ശക്തി. ഇതിനെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ ഈ വിധത്തിൽ ഞാൻ ചിന്തിക്കുകയും ഈ വിധത്തിൽ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രപഞ്ച ശക്തികളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് സീറ്റഡ് പ്രപഞ്ച ഫോഴ്സസ് ദാറ്റ് ആർ ഡിവോയിഡ് ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ദ സെൻസസ്, 14 മുതൽ 18 വരെ ഫോഴ്സസ് that are devoid of the qualities of the senses and organs. It is the experiencer. ആയിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രജ്ഞനെ, which is universal, which is pervasive, which is undivided and which is the support for everything else. എല്ലാ ഒരു വിധത്തിലുള്ള എല്ലാ സാർവത്രികവും എല്ലായിടത്തും വിഷ്ണുമയവും, സാർവത്രികവും വിഷ്ണുമയവും, pervasive, വിഷ്ണുമയം, സാർവത്രികവും പെർവേസീവും അൺഡിവൈഡഡ്, ഒരു വിധത്തിലും അതിനെ വെട്ടിമുറിക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലാത്തിൻ്റെയും ആധാരമായിട്ട് നിൽക്കുന്ന ഞാൻ സീറ്റഡ് ഇൻ ഓൾ ദ ഹാർട്ട് ഓഫ് ഓൾ ബീയിങ്സ് ആസ് മെമ്മറി, ഫൊർഗെറ്റ്ഫുൾനെസ്, ഇൻഫറൻസ് പവർ, ഡൈജസ്റ്റീവ് പവർ ആൻഡ് ദ പവർ ടു നറിഷ് ആയിട്ട് എൻ്റെ ഉള്ളില് അവ്യക്തമായിട്ടിരിക്കുകയാണ്. കാണാൻ പറ്റാത്ത ശക്തികളായിട്ട് ഇവര് ഇരിക്കുകയാണ്.
കാണാൻ പറ്റാത്ത അനുഭവം എനിക്ക് പറ്റാത്ത ശക്തിയായിട്ട് ഇരുന്നു കൊണ്ട് എന്റെ ഈ സെൻസസിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഇറ്റ് ബിക്കംസ് ദ അടുത്ത 20 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇറ്റ് ബിക്കംസ് ദ എക്സ്പീരിയൻസസ് ഓഫ് ദ ഇഫക്ട്സ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ. ലെഫ്റ്റ് സൈഡിൽ ഓഫ് ദ സ്ക്രീൻ എക്സ്പീരിയൻസ്, ദ വിറ്റ്നസ്, ദ ഗൈഡ്, ദ സപ്പോർട്ടർ, ദ എൻജോയർ, ദ ലോർഡ്, ഈശ്വര. 20 മുതൽ 23 വരെ എന്റെ ശക്തികളായി ഇരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എന്നെ ദ എക്സ്പീരിയൻസ്ഡ് വേൾഡിനെ എക്സ്പീരിയൻസർ എന്ന് പറയുന്ന ശക്തിയായിട്ട് ഇരുന്നുകൊണ്ട് എന്നെ അനുഭവിപ്പിക്കുന്നു. ഇത് ശരിക്കും വേർതിരിച്ചറിയുന്നതിനെയാണ് നോളജ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ബേസിക്കലി വാട്ട് നോളജ് ഈസ് ഓൾ അബൌട്ട്. The experienced, the power of experience, the experiencer and the experiencer are എല്ലാം കൂടി ചേർന്നതാണ് ഞാൻ ഇത് രണ്ടും വേറെ വേറെ ശക്തികളായിട്ട് എന്നെ ഒറ്റ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കുന്ന ജീവനാക്കി മാറ്റുന്നു. അതാണ് നോളജ്. ഇത് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള എല്ലാം മനസ്സിലായി. ദാറ്റ് ഈസ് ദ നോളജ്. ഇതാണ് 13ാം അധ്യായം. ശരിക്കും ജ്ഞാനം, കംപ്ലീറ്റ് ജ്ഞാനമായി 13 കഴിയുമ്പോൾ. അപ്പൊ ഇവിടെ ഇനി നോക്കാം നമുക്ക് ഈ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഈ ലോകം എങ്ങനെയുണ്ടായത്? ദ ഇഫക്റ്റ് ഈസ് ദി ഇൻഡിഫറൻഷിയേറ്റഡ്. ഫസ്റ്റ് ഇഫക്റ്റ് ഈസ് അൺഡിഫറൻഷിയേറ്റഡ് വേൾഡ്. അത് എവിടെ നിന്നുണ്ടായി? ദ ഇൻഫിനിറ്റ്, ദ കോസ് ഓഫ് ദ കോസ്, ദ ഫസ്റ്റ് കോസ്. And that cause created the effect undifferentiated. And the undifferentiated becomes the cause to create the differentiated world, the effect. That becomes the cause for the intellect in me. And that intellect becomes the cause for my ego. And that ego becomes the cause for the created world within my mind. And that mind becomes my cause for all the thoughts and actions in the physical world, combining it with the physical objects of senses. That is how cause effect, cause effect, cause effect, cause effect. In effect, cause, other effect, cause, effect, cause, effect, cause, effect, cause. Isn't the cause and the undifferentiated cause? Infinite. Adinte cause eda? Infinite. Absolutely. That is the cause of all causes. The Brahmanana cause of all causes. Ishwaranana ee prapanchathinte ee universal the cause of all causes. Next level. Undifferentiated. ഈശ്വരൻ. ഈശ്വര ശക്തി എല്ലായിടത്തും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഈശ്വര ശക്തി എല്ലാവിധത്തിലുള്ള ലോകത്തിലെ യൂണിവേഴ്സിലുള്ള സകല വിധത്തിലുള്ള സ്ഥാവര ജംഗമങ്ങളായ വസ്തുക്കളെയും എക്സിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതായിട്ടുള്ള എക്സിസ്റ്റൻസ് ഓഫ് ഓൾ എക്സിസ്റ്റൻസ് ആയിട്ടിരിക്കുന്ന ആ ശക്തി, ഈശ്വര ശക്തി, അത് എൻ്റെ ഉള്ളിലത്തെ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. ഈ ഒബ്ജക്ട്സ് ഓഫ് ദ സെൻസസുമായിട്ട് ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട് എന്നെ ജീവിപ്പിക്കുന്നു. ദിസ് ഈസ് ദ നോളജ്. ദ എക്സ്പീരിയൻസർ ആരാണെന്നും എക്സ്പീരിയൻസ്ഡ് എന്താണെന്നും നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രജ്ഞൻ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ സകല വിധത്തിലുള്ള ജ്ഞാനവും നമുക്കുണ്ടായി. ഇനി ബാക്കിയെല്ലാം പ്രപഞ്ചത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹൗ ടു റിയലൈസ് ദ സെൽഫ്, അത് എങ്ങനെയാണ് സാധിക്കുക? അടുത്ത 24 മുതൽ 34 ശ്ലോകം വരെ പറയുന്നു ഹൗ ടു റിയലൈസ് ദിസ് സെൽഫ്. എങ്ങനെ സാധിക്കും നമുക്ക്? അത് പറയുന്നത് സിമ്പിൾ ആയിട്ടാണ്. നോളജ്, റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ്ലെസ് ആക്ഷൻസ്. അത്രയേ ഉള്ളൂ. ജ്ഞാനം. ഈ ജ്ഞാനം ഉണ്ടാവണം. ഇതിപ്പോ ജ്ഞാനമായി, നമ്മൾ കേട്ടു. ഇനി എന്താ വേണ്ടത്? ഇത് ഈ സെൽഫ് ക്ഷേത്രജ്ഞനായിട്ട് എനിക്ക് എന്താണ് ഏകത്വം പ്രാപിക്കണമെങ്കിൽ അടുത്ത വഴി, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നോളജ് മനസ്സിലായി, ഇപ്പൊ കിട്ടി, മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. റിഫ്ലക്ഷൻ. കീപ് റിഫ്ലക്റ്റിംഗ് ഓൺ ദിസ്. കീപ് റിഫ്ലക്റ്റിംഗ് ആൻഡ് മേക്ക് യുവർ സെൽഫ് കൺവിൻസ്ഡ്. Then you act in this world. Selfless actions. Knowledge, reflection, and selfless action is basically what it's all about. This selfless action is karmapadam. Reflection is bhaktipadam. Knowledge is jnanapadam. Jnanapadam is നമ്മൾ നടക്കുന്നത്. റിഫ്ലക്ഷൻ, അതിനുവേണ്ട റിഫ്ലക്ഷൻ ചെയ്യാനായിട്ടുള്ള ശക്തി നമ്മൾ ഓൾറെഡി 7 മുതൽ 12 വരെ കണ്ടു കഴിഞ്ഞു. ആൻഡ് ദ സെൽഫ്ലെസ് ആക്ഷൻ 1 മുതൽ 6 വരെ സെൽഫ്ലെസ് ആക്ഷൻ കഴിഞ്ഞു. അപ്പോ ഇത് എല്ലാം ഉണ്ടാവണമെങ്കിലോ ഒരൊറ്റ സാധനം ആദ്യം ഉണ്ടായാൽ മതി. ഒരൊറ്റ സാധനം. ഇതെങ്ങനെ പറ്റുക എന്ന് പറയുന്നു. അപ്പൊ കൃഷ്ണൻ പറയാണ് അർജുനന്റെ അടുത്ത്, ഇതൊക്കെ ശരി, നോളജ് വേണം, റിഫ്ലക്ഷൻ വേണം, സെൽഫ്ലെസ് ആക്ഷൻ, ഒരുപാട് സംഗതി, 3 സംഗതിയാണ്, ഒരുപാടായി. എന്നാൽ ശരി, കൃഷ്ണൻ അപ്പൊ എന്ത് ചെയ്തു? ഒക്കെ കൂടി കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ക്യാപ്സുൽ കൊടുത്ത്, എന്താ പറയാ, ഫെയ്ത്ത് ഇൻ ദിസ് നോളജ്. ഒരൊറ്റ സംഗതി ഉണ്ടായാൽ മതി, വിശ്വാസം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. ഈ ജ്ഞാനത്തില് നിങ്ങൾക്ക് എപ്പോ വിശ്വാസം ഉണ്ടാകുന്നുവോ അന്ന് നീ രക്ഷപ്പെടും എന്ന് അർജുനൻ. ഫെയ്ത്ത് ഈസ് ദ ഒരൊറ്റ സ്റ്റെപ്പ്. അപ്പൊ ഫെയ്ത്ത് ഓൺ വാട്ട്? നോളജ്, റിഫ്ലക്ഷൻ, സെൽഫ്ലെസ് ആക്ഷൻ. അതുണ്ടായാൽ ഈ ഫെയ്ത്ത്, നമുക്ക് ആ വിശ്വാസം ഉണ്ടാവണം ആദ്യം. ഇത് അതായത് ഈ പറഞ്ഞത് സത്യമാണ്, ഈ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ഈ പറഞ്ഞതെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നു. കർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന സക്സസ്, ഭക്തിയിൽ പറഞ്ഞിരിക്കുന്ന
ഭക്തിയോഗത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഇൻസ്പിരേഷൻ, ഇതെല്ലാം കർമ്മത്തിലുള്ള ആക്ഷൻസിലുള്ള പെർഫെക്ഷൻ, ഇൻസ്പിരേഷൻ തോട്ട്സിലുള്ള പെർഫെക്ഷൻ, ഇത് രണ്ടും എനിക്ക് എപ്പോഴുണ്ടാവും. വെൻ യു ഹാവ് ഫെയ്ത്ത്, നോളജ്. ഫെയ്ത്ത് അതാണ് നോളജ്. ഈസ് ദിസ് ഫെയ്ത്ത് ഈസ് ദിസ് നോളജ്. ഇപ്പൊ നമ്മൾ കേട്ടത് enables seeing self in everything. What does it do? The effect of it, the effect 31 to 35 പറയുന്നുണ്ട്. It enables you to see everything, self in everything. It enables you to actually experience self in all kinds of your thoughts and actions, and therefore it helps you to become infinite. അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഭവിക്കൂ നീ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം ഞാൻ ഒന്നും കൂടി ഒരു വളരെ സിംപ്ലിഫൈഡ്, ഇപ്പൊ കുറെ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആയിട്ട് തോന്നാം ഇപ്പൊ, പക്ഷെ മനസ്സിലാവും എന്ന് വിചാരിക്കണം. ഇനിയിപ്പോ നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഐ തിങ്ക് യു വിൽ ബി ഏബിൾ ടു മേക്ക് സെൻസ് ഔട്ട് ഓഫ് ദിസ്. ഇനി കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ വേറൊരു വിധത്തിലൂടെ കാണിച്ചു തരാം. ദാറ്റ് ഈസ് എ മോർ സിംപ്ലിഫൈഡ് ഡയഗ്രാം. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? ദ ഇൻഫിനിറ്റ്. ഇറ്റ് ബിക്കംസ് ദ യൂണിവേഴ്സ്, യൂണിവേഴ്സൽ എനർജീസ്. ആ യൂണിവേഴ്സൽ എനർജീസ് മൂന്ന് വിധത്തില് എനിക്ക് മാറ്റം ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ആക്കി മാറുന്നു എൻ്റെ ഉള്ളിൽ. കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേർ ഇറ്റ് ബിക്കംസ് വാട്ട് ഹാപ്പൻസ്, ദിസ് യൂണിവേഴ്സൽ എനർജീസ് ഗെറ്റ്സ് ചേഞ്ച്ഡ് ഇൻടു ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ energies, and therefore it creates life, and that life imparts on me the conscious awareness, consciousness ആക്കിയിട്ട് എൻ്റെ ഉള്ളില് തോട്ട് ആക്കി മാറ്റാൻ പറ്റും. ഇന്റലക്ച്വൽ, മെന്റൽ, ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആക്കി മാറ്റും എൻ്റെ ഉള്ളില്. എന്നിട്ട് അത് എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ ആൻഡ് സെൻസ് ഓർഗൻസ് ഓഫ് ദ സെൻസസ് ആൻഡ് ആക്ഷൻ വഴി എനിക്ക് through the properties of remembering, forgetting, inferring, digesting and nourishing, etc., it creates my actions, moving actions ആക്കി മാറ്റും. ഇതാണ് നടക്കുന്നത്. ഇൻഫിനിറ്റിനെ ആക്ഷൻസ് ആക്കി മാറ്റും എൻ്റെ ഉള്ളില്. പക്ഷെ വേറൊരു സംഗതി നടക്കുന്നുണ്ട്, അത് മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കാം. എന്താണ്? ദിസ് തോട്ട് ടൈസ് മീ ടു ദിസ് ഫിസിക്കൽ തിങ്സ്. ഈ റെഡ് ലിങ്ക് ഉണ്ടാവുകയാണ്, ഈഗോ എന്നെ, അതാണ് ഞാൻ എന്ന് ഐഡന്റിറ്റി എന്ന് പറയുന്നു. അപ്പോ അത് അവിടെ നിന്ന് പിടിച്ച് പറിച്ച് അതിനെ ഇങ്ങനെ ആക്കി മാറ്റുക. ഈ പറയുന്ന തോട്ട്സ് ടൈഡ് ടു മൈ യൂണിവേഴ്സൽ എനർജി, ഈശ്വരനിലേക്ക് എത്തിക്കുക. ദാറ്റ് ഇസ് ഓൾ ചെയ്യണം. ഇപ്പൊ ഫിസിക്കലായിട്ട് എൻ്റെ സെൻസറി ഓർഗൻസുമായിട്ടുള്ള രമ്യതയിൽ നിന്ന് മാറ്റി ഫിസിക്കൽ ഓർഗൻസിലേക്ക് അങ്ങോട്ട് മാറ്റിയിടുക. ദാറ്റ് ഇസ് ഓൾ. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമായി, ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമാവും. അപ്പൊ അത് ഇന്ന് ഓക്കെ, നമ്മൾ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് രാമായണത്തിന്റെ ഒരു ചെറിയ ഒരു കഥയിലൂടെ മാത്രം അതിനെ ഒന്ന് മാറ്റിയെടുക്കാം. അതായത് ഈ സട്ടിൽ ഇന്റലക്ട് എന്ന് പറയുന്നതും ഈ ഗ്രോസ് ഇന്റലക്ട് എന്ന് പറയുന്ന താഴെയുള്ള സാധനത്തിന്റെ ഒറ്റ രൂപമാണ് സീതാദേവി. ആ സട്ടിൽ ഇന്റലക്റ്റിനെ ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഗ്രോസ് ഇന്റലക്ട് ചേർന്നതാണ് സീതാദേവി. അതുകൊണ്ടാണ് ഭൂമി ഒഴിഞ്ഞ് ഭൂമിയിൽ നിന്ന് വന്ന സീത എന്ന് പറയുന്നത്. അതായത് ദ ഇന്റലക്ട് ദാറ്റ് ഈസ് ഇന്റലക്ട്, സട്ടിൽ ഇന്റലക്ട് ദാറ്റ് ഈസ് ടൈഡ് ടു ദ എർത്ത്, ദാറ്റ് ഈസ് സീത. ആ സീതാദേവി എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സട്ടിൽ മാറ്റർ കഴിഞ്ഞ് മൈൻഡ് എന്ന് പറയുന്ന സാധനവുമായിട്ട് ചേർന്ന് അവിടെ കാഞ്ചന സീതയായി മാറും. അപ്പോൾ അവിടെ ഈ പറയുന്ന പൊന്മാനിന്റെ പുറകെ പോകും. ആ പൊന്മാനിന്റെ പോവാനായിട്ട് പോകുമ്പോൾ എന്താ ചെയ്യുക? പോവാന്ന് പറഞ്ഞ എന്തുകൊണ്ടുണ്ടായി? ബിക്കോസ് ഗോഡ് ആൻഡ് ദെൻ ഇറ്റ് ഗോഡ് ആക്ച്വലി, അത് കഥയിൽ ദാറ്റ് ടൈം സീതാദേവിയെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് 10 തലയുള്ള രാവണൻ, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന 10 തല, ആ 10 തല എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എവിടേക്കാ കൊണ്ടുപോയത്? താഴേക്ക് കൊണ്ടുപോയി. താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രം ദാറ്റ് വിസ്ഡം ടു എർത്തലി നോളജ് ആൻഡ് ടു ഓൾ. എൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് അതൊക്കെ. എൻ്റെ ഉള്ളില് ടു ദ ലാൻഡ് ഓഫ് അൺചേസ്റ്റ്നെസ്. ലങ്ക അൺചേസ്റ്റ് ആയിട്ടുള്ള ലങ്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഫിസിക്കൽ ലങ്കയിലുള്ളവരൊക്കെ അൺചേസ്റ്റ് എന്നുള്ള അർത്ഥത്തിലൊന്നും എടുക്കരുത്. ലങ്ക എന്ന് പറയുന്ന അൺചേസ്റ്റ് ആയിട്ടുള്ള ടെറിട്ടറിയിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അൺചേസ്റ്റ് ആയിട്ടുള്ള ടെറിട്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അതായത് സകല വിധത്തിലുള്ള ദുഷിപ്പും ദുർചിന്തകളും അഹങ്കാരവും നിറഞ്ഞ ലോകം ലങ്കയിലേക്ക് എന്നെ കൊണ്ടുപോകും. അപ്പോ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഈശ്വരൻ ശക്തികൾ എന്നിലേക്ക് ഇറങ്ങി വരണം, താഴേക്ക് ഇറങ്ങി വരണം. അത് താഴേക്ക് ഇറങ്ങി വരാനായിട്ട് എന്നെ സഹായിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ. ചഞ്ചലമായിട്ടുള്ള എൻ്റെ മനസ്സ്, ചഞ്ചലമായിട്ടുള്ള മനസ്സ് മാത്രമേ ഉള്ളൂ. ദ മങ്കി മൈൻഡ്, അതാണ് വാനരപ്പട. ആ വാനരപ്പട
ശരിയായിട്ട് നിയന്ത്രിച്ചു കഴിഞ്ഞാല് ആ വാനരപ്പട എന്നെ എന്റെ ഈശ്വരനിലേക്ക് എത്തിക്കും. ഈ പറയുന്ന ലങ്കയിൽ നിന്ന്, രാവണനിൽ നിന്ന് മോചിപ്പിച്ച് എന്നെ ലങ്കയിൽ നിന്ന് എന്നെ ഈശ്വരനിലേക്ക് എത്തിച്ചു തരുന്ന ഒരു ഇത്. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം എൻ്റെ ഉള്ളിലുള്ള ദുഷിച്ച ഗ്രോസ് ഇന്റലക്റ്റിനെ ഞാൻ ഈഗോ എന്ന് പറയുന്ന സാധനം ആയിട്ട് ചേർന്നിരിക്കുന്ന എൻ്റെ ഗ്രോസ് ഇന്റലക്റ്റിനെ എനിക്ക് സബ്ലിമേറ്റ് ചെയ്യണം. ജ്ഞാനം ഉപയോഗിച്ച് കത്തിച്ചു കളയണം. ആ കത്തിച്ച് ചാമ്പലാക്കി അഗ്നിശുദ്ധി വരുത്തിയിട്ടുള്ള എൻ്റെ സട്ടിൽ ഇന്റലക്റ്റ് പ്രകാശിച്ച്, അഗ്നിശുദ്ധി വന്ന് സട്ടിൽ ഇന്റലക്റ്റ് പ്രകാശിച്ചുകൊണ്ട് ഈ പറയുന്ന ഗ്ലോറീസ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്ന ജ്ഞാനത്തിലേക്ക്, ആ ജ്ഞാനം അറിയുന്ന ശക്തി മാത്രം, അതാണ് ശരിയായിട്ടുള്ള സീതാദേവി. ആ സീതാദേവിയുമായിട്ട് കൂടിച്ചേരാൻ സഹായിക്കും എന്നാണ് രാമായണ കഥ. അവിടെ ഞാനിത് അവസാനിപ്പിക്കണു. ഇന്നത്തെ ഇത് കഴിഞ്ഞു. ജസ്റ്റ് വി വിൽ ഹാവ് കൺക്ലൂഡ് ആൻഡ് ദെൻ വിൽ ഹാവ് ആസ്ക് ക്വസ്റ്റ്യൻസ്. അനന്ത്ജി. ഞങ്ങളൊക്കെ ഇപ്പോ ഇൻഫിനിറ്റ് ആയി. ആക്ച്വലി അവര് ചോദിച്ചില്ലേ ദാറ്റ് ഇന്റലക്ട്. See, can we not say that intellect is in our body also? It is all over our body. Of course. കാരണം എല്ലാം ഈ പറയുന്ന ഇന്റലക്ട് ബ്രെയിനിലിരിക്കുന്ന ന്യൂറോൺ മാത്രമല്ല. There is a distributed intelligence also which is part of every cell. So actually we are a representation of the universe. Yeah. We are a representation of the universe. Everything what is there in the universe is also in each one of us. Right. ഇപ്പൊ നമ്മുടെ മസിൽസിന്റെ സെൽസ്, ബയോളജിക്കൽ സെൽസ്, മസിൽ സെൽസിന്റെ ഉള്ളില് ഇന്റലക്ട് ഉണ്ട്. ആ മസിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിന്റെ മാത്രമേ ഉള്ളൂ. അത് മാത്രം. അതിനെ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ പക്ഷെ ബ്രെയിനിലത്തെ മോട്ടോർ കൺട്രോൾ സെൽസ് ആക്ടിവേറ്റ് ചെയ്യണം അതിനെ. അപ്പൊ ഇതൊക്കെ ഒരേ എനർജി തന്നെയാണ്. ഇത് എവരിവൺ. ദാറ്റ് എനർജി വെൻ ഇറ്റ് ഈസ് ഇൻ ദ മസിൽ സെൽസ് വർക്ക് ആസ് മസിൽ പവർ. അത്രേ ഉള്ളൂ വ്യത്യാസം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മസിൽ പവർ. ദാറ്റ് പവർ ഈസ് നോട്ട് മസിൽ പവർ. Just like light is not electricity. Correct. That muscle power can be made infinite by your own practice. Yes, it can go to any. Yeah, it is more of a mental shakti, mental power ആയി മാറും അത്. അങ്ങനെ. See, one more thing, I was just thinking. See, we have to differentiate, between spirituality and interactional world. Yep. See, all these things what we explained is what is happening outside. Right. In reality, it is happening inside and nothing is happening outside. Yeah, everything is actually inside. Yes. And So if you go into spirituality, then you will have problems. You will not work at all. So you അല്ല, അതാണ്, അങ്ങനെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് പല വിധത്തിലും നമ്മളുടെ പ്യുവർ സ്പിരിച്വൽ ഡിസ്കോഴ്സസിലും വേൾഡിലും പോകുമ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി ഐ എം റോങ്, ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഐ ഫെൽറ്റ്. അപ്പൊ no, it is true. See, actually, there was a nice question from Doctor, you remember, regarding Parikshit. You replied also very nicely. That is Parikshit. How did you, such an enlightened person, how he got annoyed and put the? You don't remember that from Dr. Indira? Yeah. Right. Yeah, that Dr. Parikshit, right? പാമ്പനായിട്ട് അത്.
ആ പാമ്പിനായിട്ട് ആ ശൃംഗി ആ കുട്ടി ശപിച്ചത്. So why it's all happening to us, you know? Yep. So actually, you know, that is, we have to clearly understand, one is an interactional world. The other one is a spiritual world. Correct. Transactional world and other. Yeah. So all those things, you know, what is written in Bhagavad is for a different level of people. അതെ. ഇൻഫാക്ട് ഈ ദീക്ഷിത്തിന്റെ കഥയിൽ തന്നെ നമുക്ക് ഇപ്പൊ ഇതുമായിട്ട് നമ്മൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മളെ ക്ഷേത്രത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു, നേരെ മറിച്ച് ക്ഷേത്രജ്ഞൻ ആരെന്നുള്ള ബോധത്തിലുള്ള മാനസിക സ്ഥിതി ആയിരുന്നുവെങ്കിൽ വി വുഡ് ഹാവ് ബീൻ ഹാവിംഗ് ദിസ് ഹ്യൂമിലിറ്റി മോഡസ്റ്റി ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പരീക്ഷിത്ത് അത് ചെയ്യില്ലായിരുന്നു. അതാണ് അതിന്റെ True. correct. You know, Yeah. for a moment, he forgot that, you know, he thought that he is a body. Right. He is the body. Lost. Correct. So he connected himself as a body, Oh, and then he ക്ഷേത്രമായിട്ട് interacted. ക്ഷേത്രവുമായിട്ട് കണക്ട് ചെയ്തു. നേരെ മറിച്ച് ക്ഷേത്രജ്ഞനായിട്ട് കണക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. So all these stories are only a reflection for how we may also act. So every day Right. we should remember, you know, these the relation between Kshetran and Kshetrajnan. Then, you know, and also everybody is Kshetrajnan, you know. So our interaction will be quite different. Quite different. Right. But if you go to spirituality, oh, I am infinite and I sit quietly, then that is everybody will be, you know, Sadgurus. അല്ല, അങ്ങനെ എല്ലാവരും ചെയ്യാണ്ടിരുന്ന within no time we will become infinite. എല്ലാവരും. Exactly. See, actually, there is a story. ഇത് ഭാഗവതത്തിൽ ഉണ്ട്. ആദ്യം ബ്രഹ്മ, you know, he creates, I think, 7 or 9 people. Yeah. Right? And they were, you know, they were all not making any actions. സപ്തഋഷികളാണോ അവര് ഒന്നും ചെയ്യാണ്ട്, you know, they were all sitting quiet and nothing was happening. അതെ. ആ സപ്തഋഷികളൊക്കെ അങ്ങനെയായിരുന്നു. So suddenly, you know, then he thought, oh, this is not my, I wanted you know, actions in the world, and then he made them forget the aspect of Kshetrajnan, you know. പിന്നെയാണ് മനുക്കളെ ഉണ്ടാക്കുന്നത്, മനുക്കളെ. അതെ. ആക്ച്വലി സപ്തഋഷികള് മനസ്സില്ലാത്തവരായിരുന്നു, പിന്നെ മനുക്കളെ, മനസ്സുള്ളവരെ, മനുഷ്യരെ ഉണ്ടാക്കി. മീരയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? റിഫ്ലക്ട് ചെയ്യണം അല്ലേ? ഇതൊരു തീപ്പൊരിയാ സർ. ഇത് ജ്ഞാനയോഗ was always, you know, how much ever we try to absorb it, it just keeps on. We have to keep on മനനം ചെയ്യാന്ന് പറയില്ലേ സാർ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതെ, റിഫ്ലക്ട് ചെയ്തോണ്ടിരിക്കണം. ആസ് വി ആർ ഇപ്പൊ ഓരോ സ്ലൈഡ്സ്, ഐ തിങ്ക് 3 slides, ഐ തിങ്ക് ഇറ്റ് ഗീവ്സ് സോ മച്ച് ഓഫ് നോളജ് ദറ്റ്, യു നോ, I have to keep reflecting, sir. It's just undescribable എന്നൊക്കെ പറയില്ലേ? So my mind is totally now. റിഫ്ലക്ട് ചെയ്ത് ബോധ്യമാവുന്ന വരെ ഉള്ള ഒരു സമയമില്ലേ, അതുവരെ ഉള്ളാവുന്ന ഒരു കാര്യമാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. 24 മുതൽ 30 എനിക്ക് വേണം 29-30 പറയണമെന്നുണ്ട്. ഫെയ്ത്ത് ഇൻ ദിസ് നോളജ്, വിശ്വാസം ഉണ്ടാവുക. വിശ്വാസം ഉണ്ടാവണം. അതെ. അതാണ് ലാസ്റ്റ് സാർ പറഞ്ഞത്. ഇതിനൊക്കെ വേറെ ഒന്നും വേണ്ട, പക്ഷെ ഇതില് വിശ്വാസം ഉണ്ടായാൽ നീ നേരെയാവും. അല്ല, ഞാൻ പറഞ്ഞതല്ല, കൃഷ്ണൻ അർജുനന്റെ അടുത്ത് പറഞ്ഞു. കൃഷ്ണൻ പറയണത് അല്ല. അപ്പൊ സാർ അത് ഹൈലൈറ്റ് ചെയ്തപ്പോ എനിക്ക് ചിരി വന്നു ശരിക്കും. അപ്പൊ ആലോചിച്ചോ, കൃഷ്ണന് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തോന്നി.
See, actually, ഇത് നമ്മളൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്ട് അതിന് പോകേണ്ട ആവശ്യമില്ല. Because all these things are pure theoretical knowledge. It will not lead you in. കേട്ടില്ല. അല്ല, ബോധ്യം ഉണ്ടാക്കി തരാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. It will not take you anywhere. Because, every word has got its own meaning, its own thing, and you go on reflecting that, by the time you lose your lifetime, it will not take you anywhere. In fact, the reverse is much faster. Right? Say, for example, I will give you a small example. Yeah. See, Ramana Maharshi, right? He had read not much of things, but he experienced death. In fact, he's the only person who has really died himself. He died and he came back, and then he experienced death. Right? He got the full knowledge what exactly death is. And then immediately after that, he got all the knowledge by just reflection. Everything came to him, as it is. So the best thing, as Sadish ji said, you believe and trust that you are that. And everyone in this universe, everyone you are interacting with are also the same. Right? And the most difficult thing is, നമ്മൾ 8 മണിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, 10 മണിക്ക് മറന്നു പോകും. I'm talking about myself. കാരണം ഈ ശക്തി എന്റെ ഉള്ളിൽ ഫോർഗെറ്റ്ഫുൾനെസ് ആയിട്ടിരിക്കുന്നുണ്ട്. ശരിയാണത്. So this is the most difficult thing. നമ്മൾക്ക് എല്ലാം അറിയാം, but when it comes to the interactional level, you forget it immediately. You forget it and you act as though you are a normal person. Right. But the beauty of all these sessions, right? Definitely after half an hour you reflect. Oh, Sadish ji, this said that എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. We will start reflecting. Then over a period of time, maybe 10 janmas or 100 janmas or 1000 janmas, we will realize it. ഇൻഫാക്ട് ഇത് തന്നെയാണ് മറ്റേ ഈ ശ്ലോകം, ഈ ചാപ്റ്റർ താഴെ നിന്ന് 35ാമത്തെ ശ്ലോകത്തിൽ നിന്ന് മേപ്പോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ ഇത് കിട്ടും. അതായത് ഫസ്റ്റ് യു ക്യാൻ സീ ദ ഇൻഫിനിറ്റ്യൂഡ് ഇൻ എവറിഥിങ്. യു ബിക്കം ഇൻഫിനിറ്റ്. ഹൗ? ത്രൂ ഫെയ്ത്ത് ഇൻ നോളജ്, ഫെയ്ത്ത് ഇൻ ദിസ് നോളജ്. ആൻഡ് ആ ഫെയ്ത്ത് ശരിക്കും ഫെയ്ത്ത് ആവണം എപ്പോഴാ? ത്രൂ സെൽഫ്ലെസ് ആക്ഷൻസ്. സോ കീപ് ഡൂയിങ് സെൽഫ്ലെസ്ലി വാട്ട് എവർ യു വാണ്ട് ടു ഡു. സെൽഫ്ലെസ് ആക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഫെയ്ത്ത് ദൃഢമാവും. ആൻഡ് ഫെയ്ത്ത് ദൃഢമാവുമ്പോൾ യു വിൽ ബിക്കം ഇൻഫിനിറ്റ്. അത്ര ആവശ്യമുള്ളൂ. ബാക്കി റിഫ്ലക്ഷൻ ആൻഡ് നോളജ് ഈസ് ഓൺലി ദ സപ്പോർട്ട് ആൻഡ് ദ ബേസിസ് ഫോർ എവറിഥിങ്. So selfless action ultimately in this world is all that is required with faith. അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. സാറ് ഒരു സംശയം. അപ്പൊ ഈ ക്ഷേത്രജ്ഞൻ വൈ ഓൾവേസ് കീപ് സൈലന്റ്? What is that? ക്ഷേത്രജ്ഞൻ വൈ ഇറ്റ്സ് ഓൾവേസ് കീപ് സൈലന്റ്? സൈലന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്താ? What is the definition of your silence? ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, സാക്ഷിയായിട്ട് നിൽക്കുന്നത്. അതെ, കാരണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇലക്ട്രിക് ബൾബില്ലേ, ലൈറ്റ് തരുന്ന ബൾബ് ലൈറ്റ് ആണ് അല്ലെ? അതെ, ലൈറ്റ് സാക്ഷി ആരാ? എനർജി, ഇലക്ട്രിസിറ്റി അല്ലെ? ഇലക്ട്രിസിറ്റി. ആ ഇലക്ട്രിസിറ്റി എന്താ ലൈറ്റ് തരാത്തതെന്ന് ചോദിക്കണതിന് അർത്ഥം ഉണ്ടോ? അല്ലെ? കാരണം ലൈറ്റ് തരണമെങ്കിൽ ഒരു ലൈറ്റ് എലമെന്റ് വേണം, ഫിലമെന്റ് വേണം.
അതിൽ കൂടെ പ്രകാശിക്കുമ്പോൾ മാത്രമേ ലൈറ്റ് ആവുന്നുള്ളൂ. അപ്പോ ഈ ക്ഷേത്രജ്ഞൻ സൈലന്റ് ആയിട്ടൊക്കെ സപ്പോർട്ടറായിട്ട് വിറ്റ്നസ് ആയിട്ടിരിക്കുന്ന ക്ഷേത്രജ്ഞനെ ഈ ലോകത്തില് പ്രവർത്തിച്ച് കാണിക്കണമെങ്കിൽ എന്റെ ഒരു മനസ്സും എന്റെ ശരീരവും ബുദ്ധിയൊക്കെ വേണം. അതല്ലാണ്ട് ആ ക്ഷേത്രത്തിന് പറ്റില്ല. ഇൻ ഷോർട്ട്, ഈ യൂണിവേഴ്സൽ ഇന്റലിജൻസ് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഇന്റലിജൻസ് നമുക്കൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള സെൽഫ് എഫേർട്ട് നമ്മൾ തന്നെ ചെയ്തേ പറ്റും, അല്ലേ? അത്ര അതെ. ആദ്യം തന്നെ സ്മരിക്കുന്നത് ഈഗോ ആദ്യം ഉണ്ടാക്കി തരുന്ന സെൽഫ് എഫേർട്ടാണ്. പക്ഷെ ആ സെൽഫ് എഫേർട്ട് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടു പ്ലഷേഴ്സ്. അതാണ് പ്രശ്നം പറ്റണത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി കണക്റ്റഡ് ടു ദ പാത്ത് ഓഫ് ഗുഡ്. ശ്രേയസിലേക്ക് വരുമ്പോ അപ്പൊ ഈ യൂണിവേഴ്സൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത് ലിമിറ്റഡ് ആവുമോ? അത് ഇൻഫൈനൈറ്റ്? infinite. When you compare it with infinite, it is limited. It is limited. When you compare it with infinite, ബ്രഹ്മമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈശ്വരൻ പ്രത്യക്ഷത്തിൽ ലിമിറ്റഡ് ആയിട്ട് ഭവിക്കുന്നു. ലിമിറ്റഡ് ആവുന്നുണ്ട്. പക്ഷെ ആ ലിമിറ്റിന്റെ ലിമിറ്റ്സിനെ പറ്റിയിട്ട് തന്നെ നമുക്ക് അറിയില്ല എപ്പോഴും. അതില്ല, അത് ശരിയാണ്. മൾട്ടിവേഴ്സിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ് ഇപ്പൊ. അല്ല, അതും that no, it can go to infinite. Yeah. I mean, in fact, അത് ഇപ്പൊ നമ്മളിപ്പോ സയൻസിന്റെ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മാറ്റർ ഒക്കെ ആയിട്ട് ചേർന്ന് കഴിയുമ്പോ I mean it is infinite. See, effectively we can also go to infinite. അതെ, ഇപ്പോഴും ആണ്. എനിക്ക് അറിയാൻ പാടില്ലാത്ത എന്റെ സംഗതി, എനിക്ക് അറിയാൻ പാടില്ലാത്ത അറിവുകളും എന്റെ അറിവുകളും ചേർന്നാണ് ഞാൻ. അപ്പോഴേ ഞാൻ ഇൻഫിനിറ്റ് ആയില്ലേ ഓട്ടോമാറ്റിക്കലി. And also the physical, even physical, we are limiting because of present conditions. But with our own mind, we can make it infinite. We can keep on striving to reach that. അതാണ് ഇപ്പൊ 15-ാം അധ്യായത്തിൽ ഇനിയിപ്പോ പറയാൻ പോകുന്നത്. അപ്പൊ അതില് ഈ 15-ാം അധ്യായത്തിൽ പറയുന്ന പെർഫെക്ഷനിലേക്ക് നമുക്ക് ഇൻഫിനിറ്റിലേക്ക് എത്തിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന വഴികളെ പറ്റിയിട്ട് പറയുന്നു. അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു സാധനമുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യണം. അതായത് ഒരു റേഡിയോ പോലത്തെ ഒരു സാധനം, അതിൽ കുറച്ച് 3 നോബുകൾ ഉണ്ട്. ആ 3 നോബുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫിനിറ്റിലേക്ക് എത്താൻ പറ്റും. ആ 3 നോബുകൾ ഏതൊക്കെയാണ്? അതാണ് അതാണ് 14-ാമത്തെ അധ്യായം. യുവർ ഇന്നർ എന്താ പറയാ ഇന്നർ നേച്ചർ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ചാപ്റ്റർ ആണ് അടുത്തത്. Therefore, അപ്പൊ ഞാനത് 13 എഴുതി വെച്ചേക്കണം, അത് തെറ്റിപ്പോയി. വെറും സയന്റിഫിക്കലി മാത്രം ചിന്തിച്ചാൽ പോലും ഈ യൂണിവേഴ്സിന്റെ ആ ഒരു സ്ട്രക്ചർ, ഈ പറഞ്ഞ പാറ്റേൺസും ഡിസ്റ്റർബ്ഡ് ചെയ്യാതെയുള്ള ആ ഒരു സിൻക്രണൈസ് ആയിട്ടുള്ള ആ ഒരു നിർമ്മാണം തന്നെ നമുക്ക് നമ്മുടെ ചിന്തയേക്കാളും അപ്പുറത്തല്ലേ. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. അപ്പൊ തന്നെ അതിനൊരു ഇൻഫിനിറ്റ് രൂപം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊരു എന്താ പറയാ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നു. അതിന്റെ ചെറിയ ഭാഗങ്ങൾ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മളിൽ ഓരോരുത്തരിലും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ സെൽഫ് എഫേർട്ടില് ഓരോരുത്തർക്കും ഇൻഫിനിറ്റ് ആവാൻ പറ്റും. അതിനേക്കാൾ എളുപ്പത്തിൽ കളക്റ്റീവ് ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് അവിടേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെയും സാധിക്കും. ഇപ്പൊ ഇതൊക്കെ ഓരോന്നും ഇപ്പൊ ഒരു നമ്മളെ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും കാണാം ഒരു ഉറുമ്പ്. ആ ഉറുമ്പിന്റെ ഇന്റലിജൻസ്, ഒറ്റ ഉറുമ്പിന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് അതിന് മറ്റേ ഈ ആന്റ് ഹിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ആന്റ് കോളനിക്ക്, ഒരു ആന്റ് കോളനി, തൗസൻഡ്സ് ഓഫ് ആന്റ്സ് ജോയിൻ ടുഗദർ ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ ദാറ്റ് ഈസ് ഈവൻ structurally more stable and strong than even what human beings can make. അതിനുള്ള ഇന്റലിജൻസ് അവർക്കുണ്ട്, കളക്റ്റീവ് ഇന്റലിജൻസ്. അപ്പൊ കളക്റ്റീവ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ ആ ഇൻഫിനിറ്റിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അതാണ് ആക്ച്വലി ഈ വേൾഡില് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുന്നത്. യജ്ഞ, ത്യാഗ, സമർപ്പണ, പ്രസാദ, അഭാവം. സോ അടുത്ത ചാപ്റ്റർ ആക്ച്വലി അത് collective strength അല്ലേ? Say for example, intelligence is same. അല്ല, ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത്
സ്ട്രെങ്ത് ആണ്. പക്ഷെ അതിൽ നിന്നെ ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഗ്രോസ് ഇന്റലിജൻസ്. ഗ്രോസ് ഇന്റലിജൻസ് അവിടേക്ക് എത്തിക്കുന്നത്. ഈ ഗ്രോസ് ഇന്റലിജൻസിലേക്ക് എന്ന് പറയുന്നത് ഹാൻഡിലിന്റെ സ്ട്രക്ചർ കുറെ നാൾ ലാസ്റ്റ് ചെയ്യാനും ഇത്ര ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് വന്ന സ്ട്രക്ചർ, അതാണ് ഗ്രോസ് ഇന്റലിജൻസ്. ഇനി അങ്ങനെ ഒരു ഗ്രോസ് ഇന്റലിജൻസിനെ ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിച്ച ഇന്റലിജൻസ് ഏതാ? ഓരോ ആന്റിന്റെ ഇന്റലിജൻസ് ചേർന്നിട്ട് സഹവർത്തിത്വത്തില് കോ ഇവോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി, വിസ്ഡം, അതാണ് യൂണിവേഴ്സൽ ഇന്റലിജൻസ്. ആ യൂണിവേഴ്സ് ഈസ് ദെയർഫോർ വർക്കിംഗ് ത്രൂ ആൻഡ് കോളനീസ് ടു ക്രിയേറ്റ് ദിസ് ഫിസിക്കൽ ഇന്റലിജൻസ് ഓഫ് ആൻഡ്. അങ്ങനെയാണ് പക്ഷെ അത് ഇവോൾവ് ആവുന്നില്ലല്ലോ. ഓവർ every period of time the anthill is the same. അതെ, ദാറ്റ് ഈസ് അതുകൊണ്ട് അതിൽ പിന്നെ ഇനി അതിനെ ഫിസിക്കലായിട്ട് ഇവോൾവ് ചെയ്യുന്ന കാര്യമാണ് യു ആർ ടോക്കിംഗ് അബൌട്ട്. ആ ഫിസിക്കൽ ഇവല്യൂഷൻ ഈസ് ഓൾ പാർട്ട് ഓഫ് ഇവോൾവിംഗ് ഉണ്ടാവുന്നത് ഫസ്റ്റ് മൈൻഡിലല്ലേ? അതെ അതെ അതെ, അത് ആ ഫിസിക്കൽ മനസ്സ്, അത് ഒരു ഇന്റലക്ട്, ഒരു ചെറിയ ഉറുമ്പിന്റെ മൈൻഡ്, അതിലെന്താണ് ഫിസിക്കലായിട്ട് ഇവോൾവ് ചെയ്യാൻ വേണ്ട ഒരു തന്മാത്ര, മഹാഭൂതങ്ങളിൽപ്പെട്ട ഒരു തന്മാത്ര എന്താണെന്നുള്ളതാണ്. അത് എന്താണ്? അത് ഈ കോസ്മിക് ഇന്റലിജൻസ് ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇന്റലിജൻസ് ആണ്, വിച്ച് ഈസ് ഒരുമിച്ച് ചേർക്കണം, ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ബോധം. ആ ബോധം എന്ന് പറഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ടുള്ള മനസ്സ് അതിനില്ല ആന്റിന്. പക്ഷെ അവരെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ഒരു ശക്തി യൂണിവേഴ്സൽ എനർജിയാണ്. ആ യൂണിവേഴ്സൽ ഇന്റലിജൻസ് ആണ് അതിനെ അതുകൊണ്ട് വർത്തിക്കുന്നത്. ഇനി ഇൻ ദിസ് വേൾഡ് ആ ആന്റിലിനെ ഡെവലപ്പ് ചെയ്ത് മൾട്ടി സ്റ്റോറി ആന്റിൽ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഫിസിക്കൽ ഗ്രോസ് ഇന്റലിജൻസ് അതിനില്ല. അത് മനുഷ്യരേ ഉള്ളൂ. അതെ, ഇവല്യൂഷൻ യൂണിവേഴ്സൽ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്ന ഫിസിക്കൽ സാധനത്തിലാണ് ഇവല്യൂഷൻ. അതെ, യൂണിവേഴ്സൽ ഇന്റലിജൻസിൽ എവല്യൂഷന്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ്, എവറിഥിങ് ഈസ് ദർ എന്നുള്ളതാണ്. അതാ See, the evolution comes only because of the limitation of the individual bodies, and that is limited because that's how it has been created. അല്ല, യൂണിവേഴ്സൽ ഇന്റലിജൻസിൽ ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറയുമ്പം അല്ല, യൂണിവേഴ്സൽ ഇന്റലിജൻസിലല്ല ലിമിറ്റേഷൻ ഉള്ളത്. യൂണിവേഴ്സൽ ഇന്റലിജൻസിലല്ല. ലിമിറ്റേഷൻ യൂണിവേഴ്സൽ ഇന്റലിജൻസിലല്ല ലിമിറ്റേഷൻ ഉള്ളത്. നമ്മുടെ ഫിസിക്കൽ ഗ്രോസ് ഇന്റലക്റ്റിലാണ് ലിമിറ്റേഷൻസ്. അല്ല, യൂണിവേഴ്സൽ ഇന്റലിജൻസിന്റെ ലിമിറ്റ് ചെയ്യുന്നത് എന്താ? ദാറ്റ് ലിമിറ്റേഷൻ ഈസ് ഓൺലി വൺ ലിമിറ്റേഷൻ ദാറ്റ് യൂണിവേഴ്സൽ ഇന്റലിജൻസ് ക്യാൻ ഹാവ് ഈസ് ദ ലിമിറ്റേഷൻ ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദിസ് മാനിഫെസ്റ്റഡ് വേൾഡ് യൂണിവേഴ്സ്. ദാറ്റ്സ് ഓൾ. മാനിഫെസ്റ്റഡ് യൂണിവേഴ്സിലേക്ക് ബാധകമായിട്ടുള്ള ഇന്റലിജൻസ് ആണത്. ഇൻഫിനിറ്റ് എന്ന് പറയുന്ന സാധനത്തിന് അതും കൂടി വേണ്ട. But effectively there is no manifested world. It is your own creation. Yeah, effectively. So yeah, okay, so next week, next month, date pinnid parayam, will be getting hold of your inner nature so that you can actually tap this universal kshetrajna to be perfect, become perfect. 15 പെർഫെക്റ്റിലേക്ക് പോകും. അപ്പൊ ഗെറ്റിംഗ് ഹോൾഡ് ഓഫ് യുവർ ഇന്നർ നേച്ചർ. ഇനി പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹൗ ടു റീച്ച് ദാറ്റ് ഇൻഫിനിറ്റ്യൂഡ് ഈസ് വാട്ട് 15th ചാപ്റ്റർ ഈസ് പുരുഷോത്തമ യോഗം. ഇത് ഗുണത്രയ വിഭാഗ യോഗം. That we will have it in September. Dates I will announce it. Okay. Is there anything else? Anandji, ഒന്നുമില്ലല്ലോ, വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? എക്സലന്റ്. അതെന്താ പറയാ, ഞാൻ പറയില്ല, വളരെ വളരെ നന്നായി, വെരി ക്ലിയർ. അതുകൊണ്ടാണ് ഇത്ര ഡൗട്ട് വന്നത്.